വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു വാക്ക് കർത്താവിനെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ തിരുസാന്നിധ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതേ കർത്താവ്, ഞങ്ങൾ അങ്ങയോട് കുറച്ചുകൂടി ചേർന്നിരിക്കട്ടെ. അബദിനയിലെ മറിയം ചെയ്തതുപോലെ കർത്താവെ, സ്വസ്ഥതയോടെ ആ കീഴടങ്ങുന്ന മനോഭാവത്തോടുകൂടി, വിധേയപ്പെടുന്ന മനോഭാവത്തോടെ കർത്താവെ, അങ്ങയിൽ നിന്ന് കേൾക്കുവാനുള്ള അതീവമായിട്ടുള്ള ഒരു വാഞ്ചയോടെ കർത്താവെ, അങ്ങയെ കേൾപ്പാൻ, അവിടുത്തെ ആ ശബ്ദം ശ്രവിക്കുന്ന ആ സ്നേഹത്തിലുള്ള കൂട്ടായ്മയിൽ അവിടുത്തെ ശബ്ദം ശ്രദ്ധിക്കുന്ന നല്ല പങ്ക് തിരഞ്ഞെടുക്കുവാൻ, അതെ കർത്താവെ, വേറെ ആരും ഞങ്ങളിൽ നിന്ന് എടുത്തു കൊണ്ടുപോകാൻ സാധിക്കാത്ത ആ നല്ല പങ്ക് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ ആത്മാവിന്റെ ഭാഗമാക്കി തീർക്കുമ്പോൾ കർത്താവെ, അത് വേറെ ആർക്കും എടുത്തുകൊണ്ട് പോകാൻ സാധിക്കത്തില്ലല്ലോ. കർത്താവെ, ഞങ്ങളും അതുപോലെ ആ നല്ല പങ്ക് തിരഞ്ഞെടുക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ വചനത്തിന് വിധേയപ്പെടുത്തി തരുന്നു. പരിശുദ്ധാത്മാവാകുന്ന വിരലുകൊണ്ട് ഞങ്ങളുടെ ഹൃദയപലകമേൽ അവിടുത്തെ വചനത്തെ എഴുതിയാട്ടെ. അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഞങ്ങൾക്ക് അങ്ങയെ കൂടുതൽ അറിയണം, അവിടുത്തെ വഴികളെ അറിയണം, അങ്ങോട്ടുള്ള ആഴത്തിലുള്ള കൂട്ടായ്മയിലേക്ക് വരണം. അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തുന്ന എല്ലാ ഈശോ കർത്താവിന്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ ആമേനാണ്. ആമീൻ. നമുക്ക് വെളിപാട് ദിവസം 21 അധ്യായത്തിലേക്ക് തിരിയാം. നമ്മള് കഴിഞ്ഞ ആഴ്ച വെളിപാട് 21-ന്റെ 6-7 വാക്യങ്ങൾ നമ്മൾ കണ്ടു. ഇത് നമുക്ക് അതിന്റെ 8-ാമത്തെ വാക്യം മുതലാ. നമുക്കറിയാം അതിന്റെ കോണ്ടെക്സ്റ്റ്. കർത്താവ് രണ്ടാമത് വന്നതിന് ശേഷം, കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് ശേഷം ഒരു 1000 വർഷക്കാലം ഭരണം ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ കാണുന്നു. അതിനുശേഷം സാത്താനെ അഗാധഗോപത്തിൽ നിന്ന് പുറത്തെടുത്ത് അവനെല്ലാവരും വഞ്ചിക്കാൻ ഒരുങ്ങുമ്പോൾ അവനെതിരായിട്ടുള്ള ഒരു വലിയ യുദ്ധവും, അതിനുശേഷം അവന് നിത്യമായിട്ട് അഗ്നിപൊയ്കയിലേക്ക് എറിയപ്പെടുന്ന കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതിനുശേഷമുള്ള പുതിയ ആകാശം പുതിയ ഭൂമി, പുതിയ ആകാശം പുതിയ ഭൂമിയുടെ കാര്യം നമ്മൾ 21-ാം അധ്യായത്തിൽ, വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അവിടെ പുതിയ യെരൂശലേം, പുത്തൻ യെരൂശലേം എന്ന് വിശുദ്ധ നഗരം എന്നൊക്കെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. കാന്തയാകിത്തീരുന്ന പുത്തൻ യെരൂശലേം, മണവാളിനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ഒരു മണവാട്ടി, ആ ഒരുക്കപ്പെടലിനെ കുറിച്ചും ഒക്കെ നമ്മൾ വായിച്ചു. നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചകളൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ദൈവം മനുഷ്യരുടെ കൂടെ വസിക്കുവാനും മനുഷ്യരുടെ മധ്യത്തിൽ വസിക്കുവാൻ എത്രയധികം ആഗ്രഹിക്കുന്നു. നമ്മളോടുള്ള കൂട്ടായ്മ യേശു കർത്താവ്, ഇന്ന് സ്വർഗത്തിലിരുന്ന കർത്താവ് നമ്മളെ നോക്കുമ്പോൾ, എൻ്റെ മകനെ, എൻ്റെ മകളെ, നിന്റെ കൂടെ വസിക്കുവാൻ ഞാൻ എത്രയധികം വാഞ്ചിക്കുന്നു. എന്നാൽ നീ പലപ്പോഴും എന്നെ മൈൻഡ് ചെയ്യാതെ വേറെ പല കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് വേറെ നിൻ്റെതായ പല തിരക്കുകളിലും നിൻ്റെതായ പല പ്രയോറിറ്റീസ്, മുൻഗണനകളിലും ഒക്കെയാണ് നീ സമയം ചെലവഴിക്കുന്നത്. എന്നാൽ ഐ വോണ്ട് ടു ഡ്വെൽ വിത്ത് യു, ഐ വോണ്ട് ടു ഹാവ് ഫെലോഷിപ്പ് വിത്ത് യു. എനിക്ക് നിൻ്റെ കൂടെ വസിക്കണം, എനിക്ക് നിൻ്റെ കൂടെ കൂട്ടായ്മ വേണം എന്ന കർത്താവ് നമ്മളോട് ഓരോരുത്തരോടും പറയുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ തന്നെ അങ്ങ് കർത്താവിന് മുമ്പാകെ മാനസാന്തരത്തോടെ താഴ്ത്തി ഏൽപ്പിക്കുക. കർത്താവെ, ഞാൻ അവിടുത്തെ കൂട്ടായ്മയെ വേണ്ടവണ്ണം വിലമതിക്കാതെ ഞാൻ പല പല കാര്യങ്ങളിലേക്ക് കുതിറി ഓടിപ്പോയി. കർത്താവെ, എന്നോട് ക്ഷമിക്കണം. അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണം. അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറച്ച് അവിടുത്തെ ആ കൂട്ടായ്മയിലേക്ക് എന്നെ യഥാസ്ഥാനപ്പെടുത്തണം. അങ്ങോട്ടുള്ള ഒരു നിർമ്മലമായിട്ടുള്ള ഒരു സ്നേഹബന്ധം, അതാണ് എല്ലാം. ബാക്കി എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും കർത്താവിനോടുള്ള ആ ഒരു നിർമ്മലവും ഏകാഗ്രമായിട്ടുള്ള ഒരു ഭക്തി നമ്മളിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ, ആ ഒരു ആദ്യ സ്നേഹം, കർത്താവിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആ ഒരു കാര്യം, നിർമ്മലവും ഏകാഗ്രവുമായ ഭക്തി, ഹാപ്ലോട്ടൈസ് എന്നുള്ള ഗ്രീക്ക് വാക്ക് നമ്മളെപ്പോഴും പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? നിർമ്മലവും ഏകാഗ്രവുമായ ഭക്തി എന്ന 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന് 2-3 വാക്യങ്ങളിൽ പറയുന്ന ആ നിർമ്മലവും ഏകാഗ്രവുമായ ഭക്തി എന്നുള്ളത് ഒറ്റ വാക്ക് ഗ്രീക്കില്, ഹാപ്ലോട്ടൈസ് എന്നുള്ള വാക്ക്. എന്ന് പറഞ്ഞാൽ സിംപ്ലിസിറ്റി എന്നുള്ളൊരു അർത്ഥമുണ്ട്, സിംഗിൾനെസ് എന്നുള്ളൊരു അർത്ഥമുണ്ട്, പ്യൂരിറ്റി എന്നുള്ളൊരു അർത്ഥമുണ്ട് ഈ വാക്കിന്. അപ്പൊ ആ സിംപ്ലിസിറ്റി ആൻഡ് പ്യൂരിറ്റി ഓഫ് ഡിവോഷൻ, അത് അങ്ങ് പാരഫ്രൈസ് ചെയ്തേക്കുക ടു ക്രൈസ്റ്റ്. കർത്താവിനോടുള്ള നിർമ്മലവും ഏകാഗ്രമായിട്ടുള്ളൊരു ഭക്തി, കർത്താവിനെ മാത്രം ആഗ്രഹിക്കുന്ന, കർത്താവിനെ എല്ലാത്തിലും ഉപരി സ്നേഹിക്കുന്ന, നമ്മൾ കർത്താവിനെ എല്ലാത്തിലും ഉപരി, ഡു യു ലവ് ജീസസ് മോർ ദാൻ എവറിത്തിങ്? ദാറ്റ് ഈസ് വാട്ട് ദി ലോർഡ് ജീസസ് ഡിസയേഴ്സ്, ആൻഡ് then only we can have fellowship with him. നമുക്ക് എനിക്ക് കർത്താവിനെ എൻ്റെ ജീവിതത്തിൽ ഒരു മൂലയ്ക്ക് ഞാൻ ഇരുത്തിയിട്ടുണ്ട്. പലപ്പോഴും ആവശ്യമുള്ളപ്പോൾ ഞാൻ വിളിച്ചോളാം, കാര്യങ്ങളൊക്കെ സാധിച്ചു തന്നോണം. എനിക്ക് പരീക്ഷ എടുക്കുമ്പോൾ, എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോഴൊക്കെ എനിക്ക് പെട്ടെന്ന് സൗഖ്യവും മാർക്കും പ്രൊമോഷനും ഒക്കെ തന്നോണം. ആവശ്യത്തിന് പൈസ ആവശ്യമുള്ളപ്പോൾ പൈസ തരണം. അങ്ങനെയൊക്കെയുള്ളൊരു നമ്മളുടെ ആവശ്യങ്ങൾക്കായിട്ട് നിൽക്കുന്ന ഒരു സേവകന്റെ രൂപത്തിൽ മറ്റൊരു യേശുവിനെ എവിടെങ്കിലുമൊക്കെ ജീവിതത്തിന്റെ എവിടെങ്കിലുമൊക്കെ ഏടുകളിൽ സ്ഥാപിച്ച് തൃപ്തി അടയുന്ന ഒരു ജീവിതമാണോ നമുക്കതോ നമ്മളുടെ എല്ലാമായിട്ട് യേശു കർത്താവാണോ നമ്മളുടെ ജീവിതം നിയന്ത്രിക്കുന്നത്? കർത്താവാണോ നമ്മളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം? കർത്താവിന്റെ കരങ്ങളിൽ നമ്മൾ വീണ്ടും വീണ്ടും, അത് ഒരിക്കലായിട്ട് കൊടുക്കുന്നതല്ല, എല്ലാ ദിവസവും വീണ്ടും 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 കണ്ടിന്യൂവലായിട്ട്
തുടർച്ചയായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ അധികാരം ആർക്ക് കൈമാറണം? യേശുവിന് കൈമാറണം. കർത്താവെ അവിടുന്ന് തന്നെ നിയന്ത്രിക്കണം, അവിടുന്ന് തന്നെ കൺട്രോൾ ചെയ്യണം. കർത്താവെ ഞാൻ അറിയാതെ ഞാൻ തന്നെ അങ്ങ് കൺട്രോൾ ചെയ്ത് ഞാൻ തന്നെ പല കാര്യങ്ങളും അങ്ങ് തീരുമാനിച്ച് ചിന്തിച്ച് അങ്ങനെയൊക്കെ അങ്ങ് ഞാൻ പോയിട്ടുണ്ട്. കർത്താവ് എന്നോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ മാനസാന്തരത്തോടെ വരണം. ഉം. എനിക്ക് ആത്മാവിൽ എപ്പോഴും കർത്താവായിട്ടുള്ളൊരു കൂട്ടായ്മ വേണം. അത് കർത്താവായിട്ട് വലിയ ആഗ്രഹം എന്നൊക്കെ നമ്മൾ എൻ്റെ 3-ാമത്തെ വാക്യത്തിൽ മനുഷ്യരോട് കൂടെയുള്ള ദൈവത്തിന്റെ കൂടാരം, ടാബർനാക്കിൾ ഓഫ് ഗോഡ് ഈസ് എമംഗ് മെൻ. സോ ദ ലോർഡ് വാണ്ട്സ് ടു ടാബർനാക്കിൾ എമംഗ്സ്റ്റ് അസ്. നമ്മുടെ ഇടയിൽ ഒരു സമാഗമന കൂടാരം എന്നവണ്ണം വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ്. ഞാൻ നമ്മൾ ആ സമാഗമന കൂടാരത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ ആഴ്ചകളായിട്ട് ആ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ആ കാര്യങ്ങൾ പറയുന്നില്ല. പിന്നീട് നമ്മുടെ കണ്ണുനീര് കാണുന്നൊരു ദൈവം എന്നേക്കും ആ കണ്ണുനീര് മാറ്റിക്കളയുന്ന മായ്ച്ചു കളയുന്ന രംഗം നമ്മളിവിടെ 21-4 വായിക്കുന്ന എന്ന ഇന്ന് തന്നെ നമ്മളുടെ ദുഃഖങ്ങളെയും നെടുവീർപ്പുകളെയും ഒപ്പിയെടുത്ത് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവ് നമുക്കുള്ളത്. നമ്മുടെ കണ്ണുനീരൊക്കെ തുരുത്തിയിൽ കർത്താവ് ശേഖരിച്ച് വെച്ചിരിക്കുന്നു. 56-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യമൊക്കെ നമ്മൾ കണ്ടു. നമ്മളുടെ നെടുവീർപ്പുകളും നൊമ്പരങ്ങളും ചെറിയ വിഷമങ്ങളും ചില ചെറിയ നിരാശകൾ, അയ്യോ ഇതെന്താ അങ്ങനെ ആയിപ്പോയി, അയ്യോ ഇതിങ്ങനെ സംഭവിച്ചു പോയല്ലോ, കർത്താവിനറിയാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പല അവർ ഡിസപ്പോയിൻമെന്റ്സ് ആർ ഹിസ് അപ്പോയിൻമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് നമ്മുടെ പ്രതീക്ഷകൾക്കൊത്തവണ്ണം ചില നിരാശകളോ ചില ഡിസപ്പോയിൻമെന്റ്സോ ഒക്കെ വരുന്നത് കർത്താവിൻ്റെ അപ്പോയിൻമെൻ്റ്. അത് കർത്താവിൻ്റെ സ്പെസിഫിക് ആയിട്ട് കർത്താവ് അനുവദിച്ചതായിട്ടുള്ള, പ്രത്യേകമായിട്ട് കർത്താവ് അനുവദിച്ചതായിട്ടുള്ള കാര്യങ്ങളാണ്. കർത്താവിൻ്റെ ജ്ഞാനത്തിൽ നമുക്ക് ഏറ്റവും നന്മയ്ക്കായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കർത്താവ് തൂക്കി എണ്ണി അനുവദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അത് നമ്മൾ ആ കണ്ണുനീര് തുടയ്ക്കുന്ന കാര്യങ്ങളും ഒക്കെ വായിച്ചെല്ലാം പുതുതാക്കുന്ന നമ്മുടെ ജീവിതത്തെ ഇന്നും ഒരു പ്രാവശ്യം കൂടെ പുതുതാക്കുവാൻ, നമ്മൾ ഇന്നലെ കുളിച്ചുകൊണ്ട് ഇന്നിനി കുളിക്കത്തില്ല എന്ന് നമ്മളാരും സാധാരണഗതി പറയത്തില്ല. നമ്മൾ ഇന്നലെ ഭക്ഷണം കഴിച്ചു അതുകൊണ്ട് ഇന്ന് ഭക്ഷണം കഴിക്കേണ്ട എന്ന് പറയുന്നത് പോലെ അന്ന് നമ്മളാരും പറയാൻ പോകുന്നില്ല. എന്ന് പറഞ്ഞതിൽ ഒരു പുതുതാക്കലിൻ്റെ അനുഭവം നമുക്ക് അത് ഒരിക്കലായിട്ടല്ല, നിരന്തരമായിട്ട് വേണ്ടുന്ന കണ്ടിന്യൂവൽ എന്ന് പറയാൻ തുടർച്ചയായിട്ട് വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു അനുഭവമാണ് എന്താ? പുതുതാക്കപ്പെടുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സ്വതവേ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ലോകത്തിന് ഒരു തണുപ്പ്, ഒരു പഴക്കം വരാനൊരു സാധ്യതയുണ്ട്. അപ്പം ആ പഴക്കത്തെയാണ് ചുളുക്കം, റിങ്കിൾ എന്ന് നമ്മൾ എഫേസ്യർ 5-ാം അധ്യായത്തിൽ വായിക്കുന്ന ആ കറയും ചുളുക്കവും ഒക്കെ കർത്താവ് നീക്കും. കറ എന്ന് പറയുമ്പോൾ പാപക്കറ. നമുക്ക് ആ വാക്യം പരിചയമാണ്, നമ്മൾ ഇതിനു മുമ്പ് എടുത്ത് പറഞ്ഞിട്ടുള്ള. എങ്കിലും ഞാൻ ആ കോണ്ടെക്സ്റ്റിൽ ഒന്നുകൂടെ ആ വാക്യത്തിലേക്ക് പോവുക. എഫേസ്യർ 5-ാം അധ്യായത്തിൽ അവിടെ സ്പോട്ട് ഓർ റിങ്കിൾ എന്ന് പറയുന്നുണ്ട്. നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോകുന്നവർ മുഖത്തെക്കുറിച്ച് ഭയങ്കര കരുതലുള്ള ആൾക്കാർ ഒരു സ്പോട്ട് വേണ്ട, ഒരു റിങ്കിൾ വേണ്ട, റിങ്കിളൊക്കെ സ്ട്രൈറ്റൻ ചെയ്യാൻ നോക്കുക. എന്ന് വെച്ചാൽ പ്രായം തോന്നിക്കും. റിങ്കിൾ എന്ന് പറഞ്ഞാൽ പഴക്കത്തെ സൂചിപ്പിക്കുന്ന, വയസ്സ് ചെല്ലുന്നവർ നമ്മുടെ മുഖം ചുക്കിച്ചുളിഞ്ഞു പോകുന്നത്. അപ്പൊ ഇവിടെ 27-ാമത്തെ വാക്യം എഫേസ്യർ 5:27 വരുമ്പോൾ എഫേസ്യൻസ് 5:27 എന്താ നമ്മൾ വായിക്കുന്നത്? കറ, ചുളുക്കം മുതലായതൊന്നും ഇല്ലാതെ. കറ എന്ന് പറയുമ്പോൾ പാപത്തിന്റെ കറ, ലോകമയത്വത്തിന്റെ കറ, നിഗളത്തിന്റെ കറ. പാപം എന്ന് പറഞ്ഞാൽ എന്താ? മണി, ഓണർ, പ്ലഷേഴ്സ്, ആ ഒരു ഏത് വിഭാഗത്തിൽപ്പെട്ടതായാലും ദൈവത്തിന്റെ ഹിതത്തിനെതിരായിട്ടുള്ള, കർത്താവിന്റെ വിശുദ്ധിക്ക് ചേരാത്തതായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെല്ലാം കറയാണ്. അപ്പൊ ആ കറ, പിന്നെ ചുളുക്കം, റിങ്കിൾ എന്ന് പറഞ്ഞാൽ പ്രകടമായിട്ടുള്ളൊരു പാപവും പ്രകടമായിട്ടുള്ളൊരു അതുപോലൊരു യുനോ അൺക്രൈസ്ലൈക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കാണത്തില്ല. പക്ഷേ കാര്യങ്ങളൊക്കെ ശരിയാ, പക്ഷെ എന്തോ ഒരു പഴക്കം, എന്തോ ഒരു സ്റ്റെയിൽനെസ്, ഒരു ഫ്രഷ്നെസ് ഇല്ല. കർത്താവിൻ്റെ സ്നേഹം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ സ്നേഹം അതിപ്പോൾ നമ്മൾ എത്ര വർഷമായിട്ട് കേൾക്കുമോ, അതിപ്പോൾ എത്ര നമ്മൾ പ്രസംഗിച്ചിരിക്കുന്നു, അതിലിപ്പോൾ എന്തോ എത്ര പുതുക്കം എന്നുള്ളൊരു ഇതാണെങ്കിൽ അവിടെ എന്തോ ചുളുക്കം വന്നു എന്നർത്ഥം. അവിടെ റിങ്കിള് വന്നു. അപ്പോൾ അതൊന്നും ഇല്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്, ഇൻ ഓൾ ഇറ്റ്സ് ഗ്ലോറി, ഇൻ ഓൾ ഹർ ഗ്ലോറി, ഇൻ ഓൾ ഹർ ഗ്ലോറി, ഓൾ എന്നുള്ളൊരു വാക്കും കൂടി ഇംഗ്ലീഷിൽ പ്രയോഗിച്ചിട്ടുണ്ട്. എല്ലാ തേജസ്സോടുകൂടി, പൂർണ്ണ തേജസ്സോടുകൂടി മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കാന്തനായ കർത്താവ് നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു തന്നേക്കുക. നമ്മളെ ഈ പരിശുദ്ധാത്മാവാകുന്ന പരിശുദ്ധാത്മാവാകുന്ന ലേപനത്തിലൂടെ, ഈ ഫേഷ്യലിലൊക്കെ അവരോ ക്രീമൊക്കെ വെച്ച് പുരട്ടും. അപ്പം പരിശുദ്ധാത്മാവിന്റെ ലേപനം, കണ്ണ് ലേപം എന്നൊക്കെ നമ്മൾ ഇത് വെളിപാട് പുസ്തകം 3:18 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം പരിശുദ്ധാത്മാവിന്റെ ലേപനമൊക്കെ പുരട്ടി നമ്മളുടെ ആ ചുളുക്കവും മാറ്റി, കറയൊക്കെ ചില കറയൊന്നും അവിടെ ഇല്ല, കറ വന്നിട്ടുള്ളതായിട്ട് പോലും ഇല്ല. അതുപോലെ കർത്താവിന്റെ രക്തത്താൽ നമ്മൾ കറയെല്ലാം മായ്ച്ച് കളയപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ പുതുക്കത്താൽ, റിന്യൂയിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ നവീകരണത്താൽ എന്നുള്ളൊരു ഒരു പ്രയോഗം നമ്മൾ എവിടെ കാണുന്നേ?
തീത്തോസ് 3:5 കാണുന്നത്. തീത്തോസ് 3-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലുവാണെങ്കിൽ, തീത്തോസ് 3-ാം അധ്യായത്തില് അവിടെ തീത്തോസ് 3-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യത്തിൽ, മലയാളത്തിൽ 5-ാമത്തെ വാക്യം, ഇംഗ്ലീഷിൽ മലയാളത്തിൽ 7-ാമത്തെ വാക്യമാണ്, ഇംഗ്ലീഷിൽ 5-ാമത്തെ വാക്യം. വാഷിംഗ് ഓഫ് റീജനറേഷൻ ആൻഡ് റിന്യൂയിങ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും, പരിശുദ്ധാത്മാവ് നമ്മളെ റിന്യൂ ചെയ്യുന്ന, നമ്മളുടെ കമ്പ്യൂട്ടറിലൊക്കെ റിഫ്രഷ് ബട്ടൺ അമർത്തുന്ന, നമ്മൾ മൊബൈലൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്യും, റീസ്റ്റാർട്ട് ചെയ്യുന്ന, റിഫ്രഷ് ആവാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ഒന്ന് ഇപ്പം വൈഫൈ വർക്ക് ചെയ്യുന്നില്ല എന്ന് ടെക്നീഷ്യനോട് വിളിച്ച് പറയുമ്പോൾ അവർ ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് നോക്ക് സാറേ, അപ്പോൾ ശരിയാകും. മിക്കവാറും ചിലപ്പോൾ അത്രയും കാര്യങ്ങൾ കാണത്തില്ല. ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ കുറേ ഗ്ലിച്ചസ് ഒക്കെ പോകും. ചിലപ്പോൾ നമ്മുടെ ചില മൊബൈലിലെ ചില ആപ്പുകളൊക്കെ വർക്ക് ചെയ്യത്തില്ല. അപ്പം ചെറുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്ത് കാര്യങ്ങൾ പലതും ഒക്കെ അല്ല, അതിന് ശരിയാകത്തില്ല. പലതും ഒന്നൊരു പുതുക്കം വരുമ്പോഴത്തേക്കും എല്ലാത്തിലും ഒരു കാര്യങ്ങളിലെ പല ഗ്ലിച്ചസ്, ചില ക്യാഷെ റിമൂവൽ ഏതാണ്ടൊക്കെ അവർ പറയും, ചില ചെറിയ ചെറിയ ഗ്ലിച്ചസ് ഒക്കെ പോകുമെന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ വലിയ സാങ്കേതിക വശങ്ങളൊന്നും അറിയത്തില്ല. എന്തായാലും ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, അത്രയും അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരു റിന്യൂവൽ, ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ഒന്ന് കർത്താവിന് മുമ്പായി, കർത്താവേ എന്നെ തന്നെ അങ്ങ് താഴ്ത്തുന്ന, അവിടുത്തെ ആത്മാവിനെ നിറച്ച് എന്നെ പുതുക്കണം. അവിടുത്തെ സന്നിധിയിൽ ഇൻ യുവർ പ്രസൻസ് ഇസ് ദ ഫുൾനെസ് ഓഫ് ജോയ്. വേറെ സിറ്റ് സെഡ് എവിടെ? സങ്കീർത്തനം സാം 16:11. സങ്കീർത്തനം 16-11 വാക്യത്തിൽ അവിടുത്തെ സന്നിധിയിൽ എന്തുണ്ട്? ആനന്ദത്തിന് പരിപൂർണതയുണ്ട്. അപ്പൊ അവിടെ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. അവിടെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളൊക്കെ ലോകത്ത് നടന്നാലും, ലോകത്തിൽ എന്തെല്ലാം നടന്നാലും, ആപത്തനർത്ഥങ്ങൾ ഭവിച്ചാലും, എന്നൊക്കെ നമ്മള് അധിപൻ രാജനിലധികം ആശ്രയം അവനുണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാട്ടൊക്കെ പാടാറുണ്ട്. അപ്പം ആ ഒരു ലോകത്തിൽ എന്ത് ഭവിച്ചാലും ഭയം അകമേ യേശുവിൻ ജനമേ, ഭയം അകമേ ലേശവും കലങ്ങേണ്ട എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പാടാറുണ്ട്. കർത്താവ് എല്ലാം നിയന്ത്രിക്കുന്നു, നമ്മൾ കർത്താവിൻ്റെ ജനമാണ്. അപ്പോൾ അവിടെ നിന്നെല്ലാം പുതുതാക്കി തീർക്കും, എല്ലാം നമ്മളുടെ ജീവിതത്തിൽ പുതുതാക്കി തീർക്കുന്ന യേശയ്യാവ് 43-19 വാക്യമൊക്കെ നമ്മൾ വായിച്ചു. റിവേഴ്സ് ഇൻ ദ ഡെസേർട്ട് ആൻഡ് റോഡ് വേസ് ഇൻ ദ വിൽഡർനെസ്. ഇത് റോഡാണോ എന്ന് തോന്നത്തക്ക രീതിയിൽ നമ്മൾ നാഷണൽ ഹൈവേ ആയിട്ട് ആയിരിക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് വലിയൊരു ഹൈവേ വരുന്നു. ഇത് ഇവിടെ തന്നെ ആയിരുന്നു പണ്ട്, ഇത് തോടായിട്ട് കിടന്ന റോഡല്ലേ, ഇപ്പോൾ ഒരു ഹൈവേ ആയിരിക്കുന്നു. എത്ര ആശ്ചര്യം, എല്ലാം പുതുതായിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒരു ആശയ്ക്കും വകയില്ലാതെ വണ്ണം ആയിരുന്ന ആ ഒരു കാട്ടില് അല്ലെങ്കിൽ ഒരു മരുഭൂമിയിൽ വലിയൊരു ഹൈവേ വന്നിരിക്കുന്നു. റോഡ് വേ ഇൻ ദ വിൽഡർനെസ് ആൻഡ് റിവേഴ്സ് ഇൻ ദ ഡെസേർട്ട്. മരുഭൂമിയാണ്, ഇവിടെ ഒരു വെള്ളം കിട്ടാൻ തന്നെ പാടാണ്, ഒരു തുള്ളി വെള്ളം കിട്ടാൻ പാടാം. അപ്പോഴാണ് ഇവിടെ ഒരു വലിയ നദി കവിഞ്ഞൊഴുകുകയാണ്. റിവേഴ്സ് ഇൻ ദ ഡെസേർട്ട്. നമ്മുടെ ജീവിതത്തെ അതുപോലെ പുതുതാക്കി തീർക്കുന്ന, കർത്താവിനെ പുതുതാക്കുന്ന അനുഭവത്തെക്കുറിച്ച് പറയുന്ന ഒരു വാക്യം നമുക്ക് മിക്കവാറും പരിചയം കാണാം. യെശയ്യാവ് 58-ാം അധ്യായത്തിലെ ആ വാക്യം കൂടെ ഞാൻ വായിച്ചോട്ടെ. യെശയ്യാവ് 58. നമ്മുടെ ജീവിതത്തെ ഇന്ന് പരിശുദ്ധാത്മാവ് ഫ്രഷ് ആയിട്ട് വന്ന് നിറച്ച് നമ്മളെ ഒന്നുകൂടെ ഒന്ന് പുതുതാക്കട്ടെ. കർത്താവിലേക്ക് നമുക്ക് വിശ്വാസത്തോടെ നോക്കാം. അവരുടെ മുഖത്തേക്ക് നോക്കി ആരും ലജ്ജിച്ച് പോയിട്ടില്ലെന്ന് സങ്കീർത്തനം 34:5 നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ 58 58 അതിൻ്റെ 10-11 വാക്യങ്ങള്, നുകവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുകയും വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവന് തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ, എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമെങ്കിൽ, നമ്മളിപ്പം മെക്കാനിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ കുറേ സൽപ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ളതല്ല, കർത്താവ് നമുക്ക് വേണ്ടി മുന്നമേ ഒരുക്കുന്ന സൽപ്രവൃത്തികൾ എന്നൊക്കെ നമ്മൾ എഫേസ്യർ 2:10 വായിക്കുന്നത് പോലെ കർത്താവിന് പ്രധാനമൊക്കെ അനുസരിച്ച് കർത്താവിന്റെ ഹിതത്തിനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എന്താ, അങ്ങനെ ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെ ആകുമോ. അന്ധകാരമായിരുന്ന കുരാക്കൂരി ഇരുട്ട് പെട്ടെന്ന് നട്ടുച്ച സൂര്യന്റെ വെളിച്ചം പോലെ മധ്യാഹ്നം പോലെ ആയിരിക്കും. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പ് അടക്കി. എല്ലാം വരണ്ടിരിക്കുവാണ്, സ്കോച്ച്ഡ് പ്ലേസസ് ആണ്. എന്നാൽ ഹി വിൽ സാറ്റിസ്ഫൈ ഡിസയർ. നമ്മുടെ വിശപ്പ്, നമ്മുടെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കർത്താവ് നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും, എല്ലാം ക്ഷയിച്ചു, അസ്ഥിക്കൊന്നും ബലമില്ല, എല്ലാം ഓസ്റ്റിയോപൊറോസിസ് ആയി, അസ്ഥിക്ഷയം, ബോൺ മിനറൽ ഡെൻസിറ്റി ഒക്കെ തുലവും കുറഞ്ഞു പോയി. എന്നാലും നമ്മുടെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. നീ നനവുള്ള തോട്ടം പോലെയും, ചില തോട്ടമുണ്ട് വറ്റി വരണ്ട് എല്ലാം വരണ്ട് കാഞ്ഞു പോയിരിക്കുന്നു. എന്നാൽ ഇവിടെ നീ നനവുള്ള തോട്ടം പോലെ, വാട്ടേർഡ് ഗാർഡൻ, വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയും. ചില നീരുറവയുണ്ട്, പണ്ടെന്തോ നീരുറവയാന്ന് പറയുന്നു, ബോർഡ് ഒട്ടിച്ച് വെക്കണം നീരുറവയാന്ന്, നീരൊന്നുമില്ല. അപ്പൊ എന്നാൽ ഇത് അങ്ങനെയല്ല, വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയാകും എന്നുള്ള കാര്യം. അതിന് നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. നമ്മളുടെ
ജനറേഷൻസ്, നമ്മുടെ മക്കളും ഈ ഒരു കർത്താവിൻ്റെ സഭയുടെ പണിക്ക് ആയിട്ട് ഉപയോഗപ്പെട്ട് തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. ദൈവത്തിൻ്റെതായ സഭയുടെ അടിസ്ഥാനവും തൂണും ഒക്കെ ആയിട്ട് കേടു തീർക്കുന്നവനെന്നും കുടിയിരിക്കുവാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേര് പറയും. റിപ്പയറർ ഓഫ് ദ ബ്രീച്ച്. അവിടെ കേടൊക്കെ പല ബ്രീച്ചുകളും പല ഇടയിലുള്ള ചില ബ്രീച്ചസ്, ചില വിടവുകളൊക്കെ റിപ്പയർ ചെയ്തു. ചില സഹോദരങ്ങൾ തമ്മിലുള്ള ചില വിടവുകൾ, ചില അസ്വസ്ഥതകൾ, ഉരസലുകളൊക്കെ അതൊക്കെ റിപ്പയർ ചെയ്യാൻ ദൈവം നമ്മെ ഉപയോഗിക്കുന്നു. സമാധാനം ഉണ്ടാക്കുന്ന ഒരു ഭാഗ്യവാനും അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. മത്തായി 5:9 വാക്യം. അപ്പം അങ്ങനെ കുടിയിരിക്കുവാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവൻ, റെസ്റ്റോറർ ഓഫ് ദ സ്ട്രീറ്റ്സ് ഇൻ വിച്ച് ടു ഡ്വെൽ. ആ പാതകള് കുടിയിരിക്കുവാൻ തക്കവണ്ണം, അവിടെ നമുക്ക് താമസിക്കാൻ തക്കവണ്ണം ആ പാതകളെയൊക്കെ യഥാസ്ഥാനമാക്കുന്നവൻ എന്നുള്ള ഒരു പേര് വരുന്ന ഒരു കാര്യമൊക്കെ നമ്മളവിടെ വായിക്കുന്നു. അപ്പം അങ്ങനെ ആവുമ്പോൾ നീ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഒരു വാക്യം കൂടെ, നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബ്ബത്തിൽ നിന്റെ കാലം അടക്കി വെച്ച് ശബ്ബത്തിനൊരു സന്തോഷമെന്ന് യഹോവയുടെ വിശുദ്ധ ദിവസം ബഹുമാനയോഗ്യം എന്ന് പറയുകയും നിന്റെ വേലയ്ക്ക് പോവുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോകുകയോ ചെയ്യാത്തവണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. സോ ഡൂയിങ് യുവർ ഓൺ പ്ലഷർ ഓൺ മൈ ഹോളിഡേ. നമ്മളുടേതായ ചില പ്രയോറിറ്റീസോ, എനിക്ക് ഈ കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് ഇന്ന മുൻഗണനകളുണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ട് മതി കർത്താവിൻ്റെ വചനവും കൂട്ടായ്മയൊക്കെ എന്നുള്ള ആ ഒരു മുൻഗണനയൊക്കെ മാറി കർത്താവെ നിത്യജീവന്റെ മൊഴികൾ അവിടുത്തെ പക്കലവകളെ ഞങ്ങൾ അങ്ങേ വിട്ട് എവിടെ പോകും എന്ന് ചോദിക്കുന്ന ആ ഒരു കാര്യം. അപ്പം ആ ഒരു പുതുക്കലിൻ്റെ അനുഭവമൊക്കെ നമ്മൾ വായിച്ചു. കർത്താവാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ തിരിച്ച് വെളിപാട് പുസ്തകത്തിലേക്ക് വരിക. വെളിപാട് പുസ്തകം 21 അധ്യായത്തിൻ്റെ 6 വാക്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു. എന്താ, എല്ലാം ആൽഫയും ഒമേഗയും കർത്താവാണ്. ഞാനത് കഴിഞ്ഞ ആഴ്ച അത് ഷെയർ ചെയ്തെങ്കിൽ എനിക്കത് ഒരുപക്ഷെ വേറെ ആരെക്കാളിലധികം എനിക്കത് ഒത്തിരി സന്തോഷം നൽകിയ ഒരു കാര്യമായിരുന്നു. എന്ന് വെച്ചാൽ എസ്പെഷ്യലി ഞങ്ങളുടെ ഹൗസ് ഡെഡിക്കേഷനൊക്കെ ഇങ്ങനെ വാതുക്കൽ എത്തി നിൽക്കുവാണ്. ഇനി കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളൂ. എന്നാലും കുറച്ചുകൂടെ ഫിനിഷിങ് ടച്ചസ് കാര്യങ്ങളുണ്ട്. അപ്പം അത് ഇനി കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ചിലത് വാങ്ങിക്കാനും ചിലത് ഫൈനലൈസ് ചെയ്യാനും ചിലത് കുറച്ചുകൂടെ ഫിക്സ് ചെയ്യാനും പല കൊട്ടേഷൻസ് എടുത്ത് ചിലതിന് റേറ്റ് ഫിക്സ് ചെയ്യാനും ചിലത് വേണ്ടെന്ന് പറയാനും പ്രയോറിറ്റൈസ് ചെയ്യാനും ഒക്കെ ഉള്ള ഇനി കുറച്ചുകൂടെ ദിവസങ്ങളിൽ ചെയ്ത് ഇനി കുറച്ചുകൂടെ ക്ഷണിച്ചു തീർക്കാനും മറന്നുപോയതും പലരെയൊക്കെ വാട്സപ്പിലൊക്കെ ഇൻഫോം ചെയ്തു. വിളിക്കാൻ തന്നെ സമയം കിട്ടിയില്ല. ഇനിയിപ്പോൾ അങ്ങനെ വിളിക്കേണ്ടവർ വിളിക്കാനും മറന്നുപോയിട്ടുണ്ടായാണെങ്കിലും ഒക്കെ ദൈവം ഓർപ്പിച്ച് വിളിക്കാനും. അപ്പം അങ്ങനെ എല്ലാം കൂടെ ഫിനിഷ് ചെയ്യണം. കുറച്ച് ദിവസമേ ഉള്ളൂ. ആകപ്പാടെ ഇന്ന് ബുധനാഴ്ചയായി, വ്യാഴം വെള്ളി ശനി കഴിഞ്ഞു, ഞായറാഴ്ച ഇതായി. അപ്പോൾ പക്ഷേ കഴിഞ്ഞ ബുധനാഴ്ച ഞാനത് ഷെയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തന്നെ അത് ഹൃദയത്തിൽ വലിയൊരു എൻകറേജ്മെന്റ്. ഹീസ് ആൽഫ ആൻഡ് ഒമേഗ, ഇറ്റ് ഇസ് ഫിനിഷ്ഡ്. കർത്താവ് എല്ലാം 6 വാക്യം സംഭവിച്ചു തീർന്നു. അപ്പം നമ്മൾ പറയും, അയ്യോ ഇല്ല, സംഭവിക്കാതിരിക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പം ഗൃഹപ്രവേശം, ഹൗസ് ഡെഡിക്കേഷൻ, അത് സംഭവിക്കാതിരിക്കുന്നേ ഉള്ളൂ. ഇനി മൂന്നാം ദിവസം കഴിഞ്ഞ് 4-ാം ദിവസമാണ് കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്താവ് ഇറ്റേണൽ പ്രസന്റില്ല. ഇറ്റേണൽ പ്രസന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹി ഡ്വെൽസ് ഇൻ ഇറ്റേണൽ പ്രസന്റ്. നിത്യമായ വർത്തമാനകാലത്തിലാണ് ആര് ജീവിക്കുന്നത്? നമ്മുടെ ദൈവത്തെ സംബന്ധിച്ചുള്ള എപ്പോഴും വർത്തമാനകാലമാണ്. ഇനിയിപ്പോൾ ഒരു 10,000 വർഷത്തിന് ശേഷം നടക്കുന്ന കാര്യവും വർത്തമാനകാലത്തിൽ എന്ന പോലെ കാര്യങ്ങളെ കാണാൻ കഴിവുള്ളവനാണ് നിത്യനായ നമ്മുടെ ദൈവം. അപ്പം നമുക്ക് തോന്നുന്നു ഇനി നടക്കാനിരിക്കുന്ന കാര്യമാണ്. നമ്മളുടെ 1,400 ബുദ്ധി, 1.4 കിലോ ഉള്ള ഈ ബുദ്ധിയിൽ നമുക്ക് പല കാര്യങ്ങളും നാളെ നടക്കും, ഇന്നലെ നടന്നു, ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് എല്ലാം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. അത്രയും ഇറ്റേണൽ പ്രസന്റിൽ ജീവിക്കുന്നത്. അപ്പം ഇനിയും നടക്കാനുള്ള കാര്യങ്ങളും കർത്താവ് പറയുന്നത് സംഭവിച്ചു തീർന്നു. അപ്പം അത് ശരിയാണ്. ഇവിടെ നമ്മൾ ഇതിന്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ ഒരു പുതിയ തുടക്കമാണെന്ന് കർത്താവ് പറയുക. എങ്കിലും ദൈവത്തിന്റെ വചനം അത് നമ്മളുടേതായ ചില സാഹചര്യങ്ങളിലേക്ക് ദൈവം ചേർത്ത് നമ്മളെ ഉത്സാഹിപ്പിക്കും. എന്താ, എല്ലാം സംഭവിച്ചു തീർന്നു. അതുപോലെ കർത്താവിന്റെ കണ്ണിലെല്ലാം ഇറ്റ് ഇസ് ഫിനിഷ്ഡ് എന്ന് യോഹന്നാൻ 19:30 ക്രൂസിൽ വെച്ച് കർത്താവ് അങ്ങനെ പ്രസ്താവിച്ച് ഇറ്റ് ഇസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഈ ഇഹലോക ജീവിതവാസം കർത്താവ് വെടിഞ്ഞത്. അപ്പം ഇറ്റ് ഇസ് ഫിനിഷ്. കർത്താവിൻ്റെ കണ്ണിലെല്ലാം കർത്താവിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ കൃപ തരും എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ നമ്മളെ സ്വയത്തിൽ തന്നെ ഒന്നും ചെയ്യാതെ ചുമ്മാ ഇരിക്കണമെന്നല്ല, മറിച്ച് ആ ഒരു സ്വസ്ഥതയോടെ എല്ലാം പൂർത്തിയായി എന്ന് പറയുന്ന ആ ഒരു കർത്താവിൽ ഉള്ള വിശ്രമത്തോടെ പല കാര്യങ്ങളും ശരിയാണ്, പല കാര്യങ്ങളും സ്പീഡിൽ പല കാര്യങ്ങളും ചെയ്യണം, പല കാര്യങ്ങളും വിളിക്കണം, പറയണം, പല കാര്യങ്ങൾ ചെയ്യണം, എല്ലാം ഒത്തിരി സ്പീഡിലും ഓടിച്ചാടി എല്ലാം പോയി എല്ലാം കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ
ഹൃദയത്തിലൊരു സ്വസ്ഥതയില്ലാതെ, സോറി, ഹൃദയത്തിലൊരു സ്വസ്ഥതയോടെ, ഹൃദയത്തിലൊരു സ്വസ്ഥത ഇല്ലാതെ ഓടിച്ചാടി ചെയ്യുന്ന കാര്യമല്ല, മറിച്ച് ഹൃദയത്തിലൊരു സ്വസ്ഥതയോടെ, ആ കർത്താവ് എല്ലാം ഫിനിഷ്ഡായി, എല്ലാം തീർന്നിരിക്കുന്നു എന്ന് പറയുന്ന ആ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു സ്വസ്ഥതയോടെ നമുക്ക് കാര്യങ്ങളെ ചെയ്യുവാൻ കർത്താവ് കൃപ തരും. നമുക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മളൊരു വട്ടപൂജ്യമായിട്ട്, സീറോ ആയിട്ട് നമ്മളതിനെ താഴ്ത്തി ഏൽപ്പിച്ചാൽ മതി. ഒരു ശുദ്ധാത്മാവ്, സ്വസ്ഥതയുടെ ആത്മാവ് ദൈവം നമ്മളെ നിറച്ച് നമുക്ക് ആ ഒരു എല്ലാം പൂർത്തിയാക്കി എന്ന വണ്ണമുള്ള ഒരു കോൺഫിഡൻസോടുകൂടി, ശരിയാണ്, ചിലപ്പോൾ ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കൊച്ചുങ്ങൾ വലിയ പരീക്ഷയ്ക്കാണെങ്കിൽ എത്ര പഠിച്ചാലും തീരത്തില്ല. എന്നുവെച്ചാൽ പ്രൊഫഷണൽ കോഴ്സൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം, എത്ര പഠിച്ചാലും പഠിച്ചെന്ന് തോന്നത്തില്ല. എന്ന് വെച്ചാൽ അതുപോലെ വാസ്റ്റ് ആയിട്ടുള്ള പോർഷൻസ് പഠിക്കാനുണ്ട്. പക്ഷെ എങ്കിലും എല്ലാം പഠിച്ച് തീർത്തു എന്ന വണ്ണം ഒരു സ്വസ്ഥതയോടെ, ഓഫ് കോഴ്സ് അന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനി ഒന്നും പഠിക്കുന്ന ചുമ്മാ വെറുതെ മടിയനായിട്ടിരിക്കുന്നില്ല, അത് വേറെ, അത് നല്ല അടികൊള്ളാത്തതിന് കുഴപ്പം. നമ്മൾ പഠിക്കുന്നു, ശരിയാണ്, ഹാർഡ് വർക്ക് ചെയ്യുന്നു, ഒത്തിരി കാര്യങ്ങൾ റെഫർ ചെയ്യുന്നു, എല്ലാം പഠിക്കുന്നു. എന്നാൽ ഇവിടെ ഒരു അസ്വസ്ഥതയോടെ ഉള്ളൊരു പഠിത്തമല്ല, മറിച്ച് എല്ലാം പഠിച്ചു കഴിഞ്ഞ് സ്വസ്ഥതയോടെ വിശ്രമിക്കുന്ന ഒരാളുടെ സ്വസ്ഥതയോടെ നമ്മുടെ സ്പീഡിൽ കാര്യങ്ങൾ പഠിക്കുക. അതൊരു പാരഡോക്സ് ആയിട്ട്, വിരോധാഭാസമായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അത് പരിശുദ്ധാത്മാവിനാൽ അത് സാധ്യമാണ്. നമ്മൾ ഏറ്റവും സ്വസ്ഥതയോടെ ഈ ഭൂമിയിൽ ജീവിച്ചത്, ഏറ്റവും റെസ്റ്റ്ഫുൾ ആയിരുന്നത് ആരാണ് ഈ ഭൂമിയിൽ എന്ന് ചോദിച്ചാൽ യേശു കർത്താവാണ്. പിതാവിൻ്റെ മറവിൽ ചാരിയിരിക്കുന്ന കർത്താവെന്ന് നമ്മൾ എവിടെ വായിക്കുന്നത്? ഹി ഹൂ ഈസ് ഇൻ ദ ബുസം ഓഫ് ദ ഫാദർ ഹി ഹാസ് എക്സ്പ്ലെയിൻ ദ ഫാദർ എന്ന് എവിടെ വായിക്കുന്നത്? ജോൺ 1:18 വായിക്കുന്നുണ്ട്. യോഹന 1:18 കർത്താവ് അതുപോലെ സ്വസ്ഥതയോടെ എപ്പോഴും റെസ്റ്റ്ഫുൾ ആയിരുന്നു. ഹൂ ഇസ് ദ മോസ്റ്റ് റെസ്റ്റ്ഫുൾ പേഴ്സൺ ഓൺ ദിസ് വേൾഡ്, ഹൂ വാക്ക്ഡ് ഓൺ ദ ഫേസ് ഓഫ് ദ എർത്ത്? ജീസസ്. ആൻഡ് ഐ ലാസ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം, ഈ ഭൂമിയിൽ ഏറ്റവും അധികം ഹാർഡ് വർക്കിംഗ് ആയിട്ട് ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ ടൈം റിഡീം ചെയ്തുകൊണ്ട് ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയിട്ട് ഏറ്റവും ടൈം എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്തത് ആരാന്ന് ചോദിച്ചാലും അതും യേശു കർത്താവ് തന്നെ. നമ്മൾ യോഹന്നാൻ 5:17 വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ജോൺ 5:17, മൈ ഫാദർ ഈസ് വർക്കിംഗ് ആൻഡ് ഐ എം റെസ്റ്റിംഗ് എന്നല്ല, മൈ ഫാദർ ഈസ് വർക്കിംഗ് ആൻഡ് ഐ എം ഓൾസോ വർക്കിംഗ്. എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രവർത്തിക്കുന്നു? റെസ്റ്റ്ലെസ് വർക്കിംഗ് അല്ല, മറിച്ച് റെസ്റ്റ്ഫുൾ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ പിതാവിലുള്ള സ്വസ്ഥതയോടെ പിതാവ് പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് ആ പിതാവിൽ ചാരി ഞാനും പ്രവർത്തിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ എല്ലാവരും കൂടെ പിതാവിൻ്റെ അടുത്ത് സമനാക്കാൻ നോക്കി, പിതാവിനോടത്ത് സമനാക്കാൻ നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യം തൊട്ടടുത്ത വാക്യം യോഹന്നാൻ 5:18 നമ്മൾ വായിക്കുന്നതാണ്. അതിന് തൊട്ടടുത്ത വാക്യത്തില കർത്താവിൻ്റെ ഏറ്റവും പ്രൊഫൗണ്ട് ആയിട്ടുള്ള വാക്യങ്ങളെ ബൈബിളിലേക്ക് വെച്ച് ഏറ്റവും എന്നെ സ്പർശിച്ചിട്ടുള്ള, വെല്ലുവിളിച്ചിട്ടുള്ള വാക്യങ്ങൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള വാക്യം ഏതാ? യോഹന്നാൻ 5:19 വാക്യം, ഐ ക്യാൻ ഡു നത്തിങ് ഓഫ് മൈസെൽഫ് അൺലെസ് ഇറ്റ് ഇസ് സംതിങ് ഐ സീ മൈ ഫാദർ ഡൂയിങ് ആൻഡ് വാട്ട് എവർ ദ ഫാദർ sees, whatever whatever the father does, I also do in like manner, and greater things than these the father will show me, that you all may marvel എന്നവിടെ പറയുന്നുണ്ട്. നീ പിതാവ് ചെയ്ത് കാണിച്ചത് മാത്രം, പിതാവ് ചെയ്ത് കാണിച്ചിരുന്നത് പോലെ തന്നെ പിതാവ് ചെയ്ത് കാണിച്ചിരുന്നതെല്ലാം താൻ ചെയ്യുന്നു എന്ന് പറയുന്നൊരു കാര്യം. എന്നുവെച്ചാൽ പിതാവ് എപ്പോഴും പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് പിതാവ് തൻ്റെ ആത്മാവിൽ പിതാവിനെ കാണുന്നു, പിതാവ് ഓരോ കാര്യങ്ങളും ചെയ്യുവാനുള്ള ഒരു പ്രേരണയും സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനനുസരിച്ച് കർത്താവ് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയിട്ട്, ഏറ്റവും ടൈം എഫിഷ്യൻ്റ് ആയിട്ട്, ഏറ്റവും ബിസിയസ്റ്റ് OPD ആർക്കായിരുന്നെന്ന് ചോദിച്ചാൽ യേശു കർത്താവിനായിരുന്നു. ഒരു ഹോൾ സിറ്റി തന്നെ ഒരു കർത്താവിൻ്റെ അടുക്ക് സൗഖ്യമാക്കാൻ വേണ്ടി വന്നു നിന്നതായിട്ടൊക്കെ നമ്മളെവിടെ മാർക്കോസ് 1-ാം കാണുന്നത്. ആ മുഴു പട്ടണവും കൂടെ കർത്താവിൻ്റെ അടുക്കൽ കൂടി, നമുക്ക് ആ വാക്യം അറിയാം. ദ ഹോൾ പത്രോസിനെ അമ്മായിമ്മയെ സൗഖ്യമാക്കിയതിന് ശേഷം അവിടെ ഒരു മുഴു പട്ടണവും, മർക്കോസ് 1-ാം ദ ഹോൾ സിറ്റി 1:33 പട്ടണമൊക്കെയും വാതിലുകൾ വന്ന് കൂടിയിരുന്നു. ഒരു പട്ടണം എന്ന് പറഞ്ഞാൽ എത്ര 1000 പേര് കാണും. അവരെല്ലാം കൂടെ വന്ന് ഒത്തിരി പേർക്ക് സൗഖ്യമാക്കാനും എല്ലാം സൗഖ്യമാക്കപ്പെടാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലുള്ള ഒത്തിരി ബിസി ആയിട്ടുള്ള കർത്താവിൻ്റെ ജീവിതം, ആ 3.5 വർഷക്കാലം ശുശ്രൂഷയിൽ കർത്താവ് എത്ര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. ശരിയാണ്, കർത്താവ് റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് തീർച്ചയായിട്ടും റെസ്റ്റ് എടുത്ത് പടകിലും കർത്താവ് കിടന്ന് ഉറങ്ങിയ കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ റെസ്റ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് തന്നെ ആൾക്കാർ കർത്താവിനെ തേടി വരുന്നു. അപ്പം പിന്നെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന രംഗമൊക്കെ മർക്കോസ് 6-ാം യോഹന്നാൻ 6-ാം ലൂക്കോസ് 9-ാം മത്തായി 14-ാം ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന ആ പോർഷനൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അവിടെ എല്ലാം കർത്താവ് ഒത്തിരി ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. എന്നാൽ കർത്താവ് ഏറ്റവും
റെസ്റ്റ്ഫുൾ ആയിരുന്നു. അപ്പൊ ആ ഒരു കാര്യമാണ് ആൻഡ് ആൽഫ ആൻഡ് ഒമേഗ. ഞാൻ തിരിച്ച് നമ്മുടെ കറണ്ട് ലൊക്കേഷൻ എവിടെ വന്നു, വെളിപാട് 21-6 എല്ലാം ഫിനിഷ്ഡ് ആയിരിക്കും. നമ്മുടെ ജീവിതത്തിലും പല കാര്യങ്ങളും നാളെ എന്താവും, മക്കളുടെ കാര്യം എന്താവും, കൊച്ചുമക്കളുടെ കാര്യം എന്താവും, ഭാവിയുടെ ഇന്ന ആളുടെ വിവാഹം, ഇന്ന ആൾക്ക് കുഞ്ഞുണ്ടായില്ല, ഇന്ന ആൾക്ക് പല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അത് നടക്കാനുണ്ട്, ക്രമീകരണമുണ്ട്, അത് കാര്യങ്ങൾ നടക്കാനുണ്ട്, ഇന്നവർ രക്ഷിക്കപ്പെടാനുണ്ട്, പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അൺഫിനിഷ്ഡ് ആയിട്ടിരിക്കുന്നത് പോലെയുള്ള അവസ്ഥകളാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം. എന്നാൽ കർത്താവിൻ്റെ കാര്യം കണ്ണിലൂടെ കാര്യങ്ങളെ കാണുമ്പം ഇറ്റ് ഇസ് ഫിനിഷ്ഡ്. കർത്താവിൻ്റെ കണ്ണിൽ എല്ലാം ഫിനിഷ്ഡ് ആയി, എല്ലാം കഴിഞ്ഞിരിക്കുന്നു, എല്ലാം ഇറ്റ് ഇസ് ഡൺ. ഐ ആം ദ ആൽഫ ആൻഡ് ഒമേഗ. കർത്താവ് ആണ് തുടക്കവും ഒടുക്കവും, A to Z എന്ന് പറയുന്നത് പോലെ. കർത്താവ് തുടങ്ങിയെങ്കിൽ കർത്താവ് അത് പൂർത്തീകരിക്കും. ഫിലിപ്പിയർ 1:4-6 വാക്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു. ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറഞ്ഞത് ആ 4 പ്രാവശ്യം അത് ഈ വെളിപ്പാട് പുസ്തകത്തിൽ അന്ത്യകാല വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് എല്ലാ കാല വിശ്വാസികൾക്കും ഉള്ളതാണ് വെളിപ്പാട് പുസ്തകം എന്ന അന്ത്യകാല വിശ്വാസികൾക്കായിട്ട് പ്രത്യേകമായിട്ട് ഊന്നൽ നൽകിയിട്ടുള്ള ഈ വെളിപ്പാട് പുസ്തകത്തിൽ 4 തവണ കർത്താവ് ആൽഫ ആൻഡ് ഒമേഗ, ആദിനും അന്തിനും എന്നുള്ള ആ പ്രയോഗം, ആൽഫ ആൻഡ് ഒമേഗ അല്ലെങ്കിൽ ആദിനും അന്തിനും എന്നുള്ള പ്രയോഗം 4 തവണയുണ്ട്. ഇവിടെ വെളിപാട് 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലുണ്ട്, 17-ാമത്തെ വാക്യത്തിലുണ്ട്. ഇപ്പം വെളിപാട് 21-6 നമ്മൾ വായിച്ചു. പിന്നെ 22-ാം അധ്യായം വെളിപാട് 22-13 22-13 നമ്മളതൊക്കെ എടുത്ത് നിങ്ങളതൊക്കെ എടുത്ത് അണ്ടർലൈൻ ചെയ്ത് വെക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വാക്യങ്ങളൊക്കെ റെഫറൻസ് കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞായിരുന്നു, ഇപ്പോഴും ഒന്നുകൂടെ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ തന്നെ ആ വാക്യങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്ത് അതിന് ക്രോസ് റെഫറൻസസ് ഒക്കെ എഴുതി വെക്കുമ്പോൾ അത് നമുക്ക് വലിയ ആശ്വാസം നൽകുക. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അൺഫിനിഷ്ഡ് ആയിട്ട് പല കാര്യങ്ങളും, ഇനി ഒത്തിരി ചെയ്തു തീർക്കാനുണ്ട്, ആ കാര്യമുണ്ട്, ഈ കാര്യമുണ്ട്, പക്ഷെ എങ്കിലും ഒരു അങ്കലപ്പില്ലാതെ സ്വസ്ഥതയോടെ കാര്യങ്ങളിൽ ചെയ്യുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. ഈസ് ദ ബിഗിനിങ് ആൻഡ് ദ എൻഡ്. അത് കഴിഞ്ഞിട്ട് ദാഹിക്കുന്നവന് നീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. നമുക്കൊരു ദാഹം മതി, കർത്താവ് സൗജന്യമായിട്ട് കൊടുക്കും. എന്നാൽ അതിന് നൽകേണ്ട ഒരു വില എന്താന്ന് നമ്മൾ വചനത്തിൽ കാണുമ്പോൾ പൈസയോ ഡോളറോ ഒന്നുമല്ല, മറിച്ച് നമ്മളുടെ സ്വയജീവന്റെ വില, നമ്മളുടെ സ്വന്തം ഇഷ്ടം അതങ്ങ് മാറ്റിവെച്ച് കർത്താവിനെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ കർത്താവ് അളവില്ലാതെ പരിശുദ്ധാത്മാവിനെ നൽകുവാൻ മതിയായവനാണ്. യോഹന്നാൻ 3:34 യേശുവിന് പിതാവ് അളവില്ലാതെ പരിശുദ്ധാത്മാവിനെ നൽകിയതായിട്ട് പറയുന്നുണ്ട്. അപ്പം നമുക്ക് അളവില്ലാതെ ആത്മാവിനെ നൽകുവാൻ ആർക്ക് കഴിയും? പിതാവിന് കഴിയും. നമ്മൾ അതുപോലെ ദാഹത്തോടെ കർത്താവിനെ നിറയ്ക്കണം, അവിടുത്തെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണം, അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നെ എന്നെ എല്ലാം എന്നെ എല്ലായ്പ്പോഴും ബേബിക്കുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ടോ? ജീസസിന് എന്ത് ചെയ്യാൻ പറ്റും? ബേബി, പ്രാർത്ഥന ബേബി ഇങ്ങോട്ട് നോക്കി, ഇപ്പോഴും നോക്കി അച്ഛനെ നോക്കിയിരിക്കണം, അന്നേരം ശ്രദ്ധിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇവിടെ ഇപ്പം എൻ്റെ മെസ്സേജസ് എല്ലാം ഇപ്പം റീഫ്രെയിം ടു അഡ്രസ് ചിൽഡ്രൻ ഓൾസോ. കുഞ്ഞുങ്ങളാണ് അത് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പം അതുകൊണ്ട് അവരെ സ്പെസിഫിക് ആയിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ പിന്നെ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ എന്താ, ജീസസിന് നമ്മളുടെ ഹാർട്ടിൽ എന്ത് ഫില്ല് ചെയ്യാൻ പറ്റും? ഹിസ് ലവ്, സ്നേഹം കൊണ്ട്, ഹോളി സ്പിരിറ്റ് കൊണ്ട് ഫില്ല് ചെയ്യാൻ നമ്മുടെ കുഞ്ഞ് ഹാർട്ടായിരിക്കും. പക്ഷെ ആ കുഞ്ഞ് ഹാർട്ടിൽ ആർക്ക് ഫില്ല് ചെയ്യാൻ പറ്റും? ആർക്ക് എന്ത് ഫില്ല് ചെയ്യാനൊക്കെ? ജീസസ് ക്യാൻ ഫിൽ us വിത്ത് ഹിസ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ, ദൈവത്തിന്റെ യേശുവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നിറയുമ്പം പിന്നെ ചേച്ചിമാരുടെ സ്നേഹമായിരിക്കും, അച്ഛനോടും അമ്മയുടെ സ്നേഹമായിരിക്കും, ക്ലാസ്മേറ്റ്സിനോട് സ്നേഹമായിരിക്കും, പിന്നെ ആരോടും വഴക്കിടത്തില്ല, എല്ലാം അനുസരിക്കും. അത് അങ്ങനെ ദാഹിക്കുന്നതിന് സൗജന്യമായിട്ട്, ജീവനിരുറവിൽ നിന്ന് സൗജന്യമായിട്ട് കൊടുക്കുമെന്നാണ് അപ്പം 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. പിന്നെ 7-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു, ജയിക്കുന്നവന് എന്ത്, ജയിക്കുന്നതിനെ കുറിച്ച്, ജയിക്കുക നിൽക്കാവോ എന്നുള്ള ആ വാക്യമൊക്കെ നമ്മൾ അതിൻ്റെ റെഫറൻസസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ജയിക്കുക, നമ്മളെ ജയിക്കാനായിട്ട് വിളിച്ചവരാണ്. ശരിയാണ്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകളോ പരാജയങ്ങളോ ഒക്കെ കാണുമ്പോഴും നമ്മൾ നിരാശപ്പെട്ടു പോകാതെ കർത്താവിനെ ജയിക്കാനായിട്ട് അവിടുന്ന് വിളിച്ചതാണ്. അവിടുന്ന് തന്നെ അതിനായിട്ട് സഹായിക്കും. ജയാളിയാകുവാനാണ്. ടു ഓവർകം, ടു ബി എൻ ഓവർകം, ജയാളിയാകുവാൻ, ജയിക്കുന്നവന്. ഞാൻ ജയിക്കുക എന്നുള്ള ആ പ്രയോഗം ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു. നിക്കാവോ എന്നുള്ള വാക്ക് ബൈബിളിൽ പുതിയ നിയമം ഗ്രീക്കിൽ എഴുതിയിട്ടുള്ള പുതിയ നിയമത്തിൽ 28 തവണ പറഞ്ഞിട്ടുണ്ട്. അത് 16 തവണയും വെളിപാട് പുസ്തകത്തിലാണ്. ആ 16 തവണയിൽ 8 തവണയും അത് 7 സഭകളോടുള്ള ബന്ധത്തിൽ. ബാക്കിയുള്ള 8 തവണ കഴിഞ്ഞ ആഴ്ച ഞാൻ വേഴ്സ് റെഫറൻസസ് എല്ലാം വായിച്ചായിരുന്നു. പിന്നെയുള്ള 8 തവണ എന്ന് പറഞ്ഞാൽ അത് ഈ 7 സഭകളോടുള്ള അർത്ഥത്തിൽ. അത് നമ്മൾ വെളിപാട് 2-3 അധ്യായങ്ങളിൽ കണ്ടപ്പം ആ പ്രയോഗങ്ങൾ, ആ ജയിക്കുക എന്നുള്ള ആ ഒരു വാക്ക് നമ്മൾ ആ പോർഷൻസ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചതാണ്. എങ്കിലും നമ്മളെല്ലാം ഈ ജഡത്തിലുള്ളവരാണ്, ഒത്തിരി മറവിയുള്ളവരാണ് അല്ലേ. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ആ 8 പ്രാവശ്യം ജയിക്കുക എന്നുള്ളത്, അതായത് 16 പ്രാവശ്യം ജയിക്കുക എന്ന് വെളിപാട് പുസ്തകത്തിലുണ്ട്. അതിൽ 8 പ്രാവശ്യം സഭകളോടുള്ള ദൂതില്
7 സഭകളാണ് ഉള്ള. അതിൽ 8 പ്രാവശ്യം എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ വെളിപാട് 3:21 2 തവണ വന്നു എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ബാക്കിയുള്ള 8 തവണ നമ്മൾ വെളിപാട് 5:5, 6:2, 11:7, 12:11, 13:7, 15:2, 17:14, 21:7 എന്നും പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച നമ്മൾ എഴുതി വെച്ചില്ലേ? ഓവർകം 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 എന്ന് ജയിക്കുക എന്നുള്ള പദം 8 തവണ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വരുന്നത്. അപ്പം ആദ്യം പിന്നെ 8 സ്ഥലങ്ങൾ, ബാക്കിയുള്ള 8 സ്ഥലങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ആ സഭകളോടുള്ള ദൂതിലാണ്. സഭകളോടുള്ള ദൂതിൽ ഞാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ആ 7 സഭകളോടുള്ള ദൂതിന്റെ അവസാനത്തെ സെനൻസ് വായിച്ച ജയിക്കുന്നവന് എന്നുള്ളൊരു എന്നൊരു എന്നൊരു കാര്യം അവിടെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ഇത്ര തവണ ആവർത്തിച്ച് പറയുമെങ്കിൽ ഇപ്പോൾ ഒരു ഒരു കാര്യം നിങ്ങളുടെ ടീച്ചർ ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് പറയുക, ടീച്ചർ എന്താ വേറെ പണിയില്ലേ, പിന്നെ ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അത് മനസ്സിലാവണം. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ അത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പരീക്ഷയ്ക്ക് അത് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ബാക്കിയൊക്കെ പഠിച്ചാലൊന്നും മാർക്കൊക്കെ കുറഞ്ഞു പോകും. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പോലെ വളരെ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും ജയിക്കുന്നവൻ ഏറ്റവും ഓവർകം, അതായത് പാപത്തെ ജയിക്കുന്നവൻ എന്നായി പറയുന്നത്. പാപത്തെ ജയിക്കുക എന്ന് പറയുമ്പോൾ പാപം എന്ന് പറയുന്നത് 3 കാറ്റഗറിയാണ്: ജഡം, ലോകം, പിശാച് എന്നുള്ള 3 കാറ്റഗറി എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു. ആ ജഡം, ലോകം, പിശാച്, ആ ജഡത്തിലാണെങ്കിലും ഈ ലോകത്തിലാണെങ്കിലും ഉള്ള കാര്യങ്ങൾ, ആ കൺമോഹം, ജഡമോഹം, ജീവനത്തിന് പ്രതാപം, അതെല്ലാം ചുക്കാൻ പിടിക്കുന്ന പിശാച് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ആഴ്ചകളായിട്ട് എപ്പോഴും കാണുന്ന കാര്യങ്ങളാണ്. അപ്പം വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുവാണെങ്കിൽ അവിടെ എത്ര സഭകൾക്കുള്ള ദൂതുണ്ട്? 3 സഭകൾക്കുള്ള ദൂതുണ്ട്. 3-ാം അധ്യായത്തിൽ 1, 2, വെളിപാട് 2-ാം അധ്യായത്തിൽ 4 സഭകൾക്കുള്ള ദൂതുണ്ട്. 1, 2, 3, 4 സഭകൾക്കുള്ള ദൂത് വെളിപാട് 2-ാം അധ്യായത്തിലുണ്ട്. 3-ാം അധ്യായത്തിൽ 3 സഭകൾക്ക്, ബാക്കിയുള്ള 3 സഭകൾ, അങ്ങനെ ടോട്ടലി എത്ര സഭകൾക്കുള്ള ദൂതുണ്ട്? 7 ചേർച്ചസിനുള്ള മെസ്സേജ് ഉണ്ട് വെളിപാട് 2-3 ചാപ്റ്റേഴ്സിൽ, അധ്യായത്തിൽ. അപ്പം വെളിപാട് 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം എന്താ അവിടെ വായിക്കുന്നേ? അത് അത് ഞാനും പകയ്ക്കുന്നു പറഞ്ഞു. നിക്കോലാവിയറുടെ നടപ്പ് നീ പകയ്ക്കുന്നു. നിക്കോലാവിയർ നമ്മൾ ആ കാര്യങ്ങളൊക്കെ പണ്ടേ ഇങ്ങനെ വർഷങ്ങളായി ഇപ്പോൾ അത് ആ പോർഷനൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ മേലെ ലോഡ് ഓവർ ചെയ്യുന്ന ആ ഒരു ഇങ്ങനെ അതാ നിക്കോലാവിയർ എന്ന് പറഞ്ഞാൽ ലിറ്ററൽ ആയിട്ടുള്ള പദത്തിന്റെ അർത്ഥം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അത് ഞാനും പകയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിന്റെ 7-ാമത്തെ വാക്യം വെളിപാട് 2-ന്റെ റെവലേഷൻ 2:7 എന്താ അവിടെ പറയുന്നത്? പരിശുദ്ധാത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന് ഫലം തിന്നുവാൻ കൊടുക്കും. നമ്മൾ ഈ ജഡത്തെ, അതായത് സ്വന്തം ജഡം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ജഡം എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലഷ് എന്ന് പറഞ്ഞാൽ സെൽഫ് വിൽ, മൈ വിൽ, ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കണം. പിന്നെ മൈ വേ. അപ്പൊ അതിന് എതിരായിട്ട് ദൈവത്തിന്റെ വില്ലിനെ നമ്മളുടെ സ്വന്തം ഇഷ്ടത്തെ അങ്ങ് സറണ്ടർ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആ സെൽഫിനെ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലഷിനെ നമ്മൾ ജയിക്കുന്നത്. അപ്പൊ നമ്മൾ ഫ്ലഷിനെ ജയിക്കുമ്പോൾ അതായത് ആ ഫ്ലഷ് ഈ ഒരു ലോക വ്യവസ്ഥയിലൂടെ, ഈ ലോകത്തിലുള്ള പല കാര്യങ്ങളിലൂടെ ഈ ഫ്ലഷ് നമ്മളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ലോക വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, അല്ലെങ്കിൽ മണി ഓണർ പ്ലഷേഴ്സ്, മനുഷ്യരെന്ത് പറയുന്നു, പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ജഡമോഹങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളെ ട്രിഗർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഉദ്ദീപിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ ലോകത്തുള്ളത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പം ആ കാര്യങ്ങൾ, അപ്പം ഞാൻ എൻ്റെ ജഡത്തെ ജയിക്കുമ്പോൾ ഞാൻ ഈ ലോക വ്യവസ്ഥ, ഈ ലോകത്തെ, ഈ പിശാച് അധിപതിയായിട്ടുള്ള ഈ ലോകത്തെ ജയിക്കുന്നു. അങ്ങനെ അതിന് അധിപതിയായിട്ടുള്ള പിശാചിനെ ഞാൻ ജയിക്കുകയോ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ജയിക്കുവാണെങ്കിൽ എന്താ അവിടെ പറയുന്നേ? ജയിക്കുന്നവൻ എന്ത് കിട്ടുന്ന പറയുന്നേ? ഇപ്പൊ പരീക്ഷയിൽ 100% മാർക്ക് വാങ്ങിച്ചാൽ എന്ത് കിട്ടും? ഒരു ചോക്ലേറ്റ് മിഠായി ഗിഫ്റ്റ് ആയിട്ട് കിട്ടും എന്ന് പറയുന്നത് പോലെ നമ്മള് പാപത്തെ ജയിച്ച് അങ്ങനെ ജയാളികളായിട്ട് കർത്താവിന്റെ മണവാട്ടി സഭയായിട്ട് ആയിത്തീരുമ്പോൾ, വെറുതെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവരായിട്ടല്ല, മണവാട്ടി സഭയായിട്ട് ആയിത്തീരുമ്പോൾ അവിടെ ഞാൻ ദൈവത്തിന്റെ പറുദീസ 3-ാം സ്വർഗത്തിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ കൊടുക്കും. പാർട്ടേക്കിംഗ് ഓഫ് ദ ഗ്രാൻഡ് ഹിം ടു ഈറ്റ് ഓഫ് ദ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ജീവന്റെ വൃക്ഷം. അത്
ആ ജീവന്റെ വൃക്ഷം യേശുവിനെ കുറിക്കുന്നതാണ്, യേശുവിന്റെ ദിവ്യ സ്വഭാവത്തെ, യേശുവിന്റെ ആ ദിവ്യ സ്വഭാവം, ഡിവൈൻ നേച്ചറിനെ കുറിക്കുന്നത്, കർത്താവിന്റെ ആ ഒരു ആദ്യം അന്തമില്ലാത്ത കർത്താവിന്റെ ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിക്കുന്നത് ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പം ആ ട്രീ ഓഫ് ലൈഫിൽ നിന്ന് പാർട്ടേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് യേശുവിനെ പോലെ ആയിത്തീരുന്ന, നമുക്ക് യേശുവിനെ പോലെ പരിശുദ്ധിയോടെ, നിർമ്മലതയോടെ, നിഷ്കളങ്കതയോടെ, താഴ്മയോടെ, സ്നേഹത്തോടൊക്കെ ആയിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ. അപ്പം അങ്ങനെ ആ ജീവവൃക്ഷത്തിന് ഫലം തിന്നുവാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അത് ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളാകുവാൻ, യേശുവിനെ പോലെ ആയിത്തീരുവാനുള്ള ഒരു വലിയൊരു ഭാഗ്യവതി, കർത്താവിനോടുള്ള ഒരു ആഴത്തിലുള്ള ഒരു കൂട്ടായ്മയിൽ, അത് അതിവിശുദ്ധ സ്ഥലത്ത് കർത്താവിനോടുള്ള ആഴത്തിലുള്ള കൂട്ടായ്മയിൽ കർത്താവിനെ പോലെ ആയിത്തീരുന്ന ഒരു വലിയൊരു റിവാർഡ്, നമുക്ക് വലിയൊരു പ്രതിഫലം നമുക്ക് ലഭിക്കും. നമ്മൾ ജയിക്കുമ്പോൾ, ഈ ലോകത്തെ പാപത്തെ ജയിക്കുമ്പോൾ, അതായത് ലോകത്തെ ജഡത്തെ പിശാചിനെ ജയിക്കുമ്പോൾ യേശുവിനെ പോലെ ആയിത്തീരുന്ന കർത്താവിനോടുള്ള ദിവ്യ സ്വഭാവത്തിൽ ഒരു പങ്കാളി, കർത്താവിനോടുള്ള ഒരു ആഴത്തിലുള്ള ജീസസിനോടുള്ള ഒരു ഇന്റിമേറ്റ് ക്ലോസ് ഫെലോഷിപ്പിലേക്ക് വരാൻ നമുക്ക് സാധിക്കും. അപ്പം നമുക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ജീസസ്, എനിക്ക് ഇന്ന പ്രയാസമുണ്ട്, അപ്പം നമുക്ക് കർത്താവിന്റെ ദിവ്യ സ്വഭാവം നമുക്ക് കൂടുതൽ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് പിന്നെ എന്ത് കാണത്തില്ല? ആകുല ചിന്തകൾ കാണത്തില്ല. എന്നുവെച്ചാൽ എന്താവും, വറി, ആങ്സൈറ്റി, എന്താവും എന്നുള്ള ടെൻഷൻ കാണത്തില്ല. ചിലർ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ പെരുമാറിയാൽ പോലും നമുക്ക് അവരോട് ദേഷ്യമോ പെറുവെറുപ്പോ വഴക്കോ ഒന്നും കാണത്തില്ല. എന്ന് വെച്ചാൽ യേശുവിന്റെ ഒരു സ്വഭാവം എന്താ? നമുക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റുന്നു, അവരെ സ്നേഹിക്കാൻ പറ്റുന്നു. പിന്നെ കർത്താവിനെ പോലെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നു, കർത്താവിനെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുതാനും ഒക്കെ പറ്റുന്നു. കർത്താവിന്റെ സ്വഭാവം ഈ ലോകത്തിലേക്ക്, ഈ പ്രപഞ്ചത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ട്രഷർ എന്ന് പറഞ്ഞാൽ ഈ ദിവ്യ സ്വഭാവമാണെന്നുള്ളതാണ് നമ്മൾ ദൈവവചനത്തിൽ കാണുന്നത്. നമ്മൾ ലോകത്തിന്റെ കണ്ണിൽ നമ്മൾ നോക്കുന്നുണ്ട്, ലോകത്തിൽ എന്തോ വലിയ വലിയ കാര്യങ്ങളാ ഏറ്റവും വലിയ കാര്യം നമ്മൾ വിചാരിക്കും. എന്നാൽ കർത്താവിന്റെ സ്വഭാവമാണ് ഏറ്റവും വലിയ കാര്യം. കർത്താവിനുള്ള കൂട്ടായ്മയും കർത്താവിന്റെ സ്വഭാവമാണ് ഈ പ്രപഞ്ചത്തിലേക്കും വെച്ച് ഏറ്റവും ഏറ്റവും വിലയുള്ളതായിട്ടുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ സഭ, സ്മിർണ സഭയോട്, അപ്പൊ എഫേസസ് സഭയോടാണ് ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ കൊടുക്കും ജയിച്ചാൽ എന്ന് പറയുന്നത്. ഞാനിപ്പോ ഇതിലോട്ട് പോകാൻ കാരണം എന്താ? വെളിപാട് 21:7 നമ്മൾ എന്താ വായിച്ചത്? ജയിക്കുന്നവനാണ് ഇതെല്ലാം അവകാശമാക്കുന്നത്. ആ പുതിയ ആകാശവും പുതിയ ഭൂമിയൊക്കെ സ്വന്തമായിട്ട്, ഇപ്പൊ വലിയൊരു എസ്റ്റേറ്റ് മാളികയൊക്കെ ഇത് എൻ്റെ മകനുള്ളതാ, എൻ്റെ മകൾക്കുള്ളതാന്നൊരു അപ്പം പറയുന്നത് പോലെ ദൈവം പറയുക, ഈ പുതിയ ആകാശം പുതിയ ഭൂമിയൊക്കെ ഇത്രയും വലിയ വലിയ എസ്റ്റേറ്റ്, വലിയ കോടികളുടെ ബംഗ്ലാവും ഒക്കെ ആർക്കാന്ന് വെച്ചാൽ എൻ്റെ മകനുള്ളത്, എൻ്റെ മകൾ, എൻ്റെ പുത്രന്മാർക്കുള്ളതാണ്. മൈ സൺസ്. ഞാനിവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് വെളിപാട്, ഞാൻ എന്തിനാ ഈ ജയിക്കുക എന്നുള്ള വാക്ക്, ഇത്രയും ഈ സഹോദരനെ, ഒരു ജയിക്കുക എന്നുള്ളൊരു വാക്കുണ്ട്, അതിനെ പിടിച്ച് ഇത്രയും കിടന്ന് പ്രസംഗിക്കേണ്ട കാര്യം എന്താ എന്ന് നമുക്ക് തോന്നാം. എന്നാൽ എന്തുകൊണ്ടാണ് ഞാനത് ആ റെഫറൻസസ് ഒക്കെ വീണ്ടും വീണ്ടും, അതൊക്കെ പണ്ട് നമ്മൾ കണ്ട് വെളിപാട് പുസ്തകം പഠിക്കാൻ തുടങ്ങുന്ന സമയത്തൊക്കെ പറഞ്ഞല്ലേ, പിന്നെയും തോന്നുന്നു ഇത് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോദിച്ചാൽ, നമ്മളെല്ലാവരും ഇൻക്ലൂഡിങ് ഞാൻ മറവിയുള്ളവരാ. വീണ്ടും വീണ്ടും അത് പറയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത് കൂടുതൽ പറയുമ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് കൂടുതൽ ഫ്രഷ് ആയിട്ടുള്ള ഒരു അനുഭവമായിട്ട് ആയിത്തീരുന്നത്. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും, ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്നാണ് റോമർ 10:17 വാക്യത്തിൽ പറയുന്നത്. ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് ആൻഡ് ഹിയറിംഗ് ബൈ ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ്. റോമൻസ് 10:17 എഴുതി വെച്ച്. റോമൻസ് 10:17. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ തിരിച്ച് ഇവിടെ വെളിപാട് 2 ഒരു വിരൽ വെച്ചുകൊണ്ട് വെളിപാട് 21 ഞാൻ വരുമ്പോൾ, വെളിപാട് 21:7 നിന്ന് നമ്മൾ അങ്ങോട്ട് പോയേക്കുന്നത്. അപ്പൊ ആ ഓവർകം എന്നുള്ള വാക്ക് നമുക്ക് 8 മുതലായി ഇന്ന് ചിന്തിക്കാമെന്ന് നമ്മൾ വിചാരിച്ചെങ്കിൽ 7 ഇനിയും കുറെ ട്രഷേഴ്സ് ഡിഗപ്പ് ചെയ്യാനുണ്ട്. അപ്പൊ ഇവിടെ ട്രഷർ ഹണ്ടിലൊക്കെ ഇവിടെ ഒത്തിരി നിധികളുള്ളപ്പോൾ പിന്നെ ഇനിയിപ്പം വേറെ അടുത്ത വാക്യത്തിലൂടെ നമുക്ക് എങ്ങനെ പോകാൻ പറ്റും? അവിടെ റെഡ് ലൈറ്റാ, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അഗ്നിസ്തംഭവും മേഘത്തൂണും ഒക്കെ നമ്മളെ നയിക്കുന്നത് പോലെ ഈ സമാഗമന കൂടാരം കൊണ്ട് ഈ മരുഭൂമിയിൽ യാത്ര ചെയ്യാനൊക്കെ ഉള്ളു. അപ്പം പരിശുദ്ധാത്മാവ് പറയുവാണ്, ഇവിടെ ഈ വചനത്തിൽ തന്നെ ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ പറയാനുള്ളത്? ജയിക്കുന്നവൻ ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് കുഞ്ഞുമായിരിക്കും എന്നല്ല, മകനുമായിരിക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു മകനും കുഞ്ഞും തമ്മിലുള്ള വ്യത്യാസം. ടെക്നോൺ ആൻഡ് ഹുയാസ് എന്ന് പറഞ്ഞ 2 വാക്കുകളൊക്കെ നമ്മൾ പറഞ്ഞു. ഗ്രീക്കില് ടെക്നോൺ എന്ന് പറഞ്ഞാൽ മക്കൾ, കുഞ്ഞുങ്ങൾ എന്നുള്ള അർത്ഥത്തില്. അവിടെ യോഹന്നാൻ 1:12 കർത്താവിനെ ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുന്നവർക്ക്, അവന്റെ നാമത്തിൽ വിശ്വസിച്ച് അവനെ കൈക്കൊള്ളുന്നവർക്ക് ദൈവത്തിന്റെ മക്കളാകുവാൻ അധികാരം കൊടുത്തു. അവിടെ കുഞ്ഞുങ്ങൾ, ടെക്നോൺ എന്ന് പറഞ്ഞൊരു പദവാ ഗ്രീക്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അത് കുഞ്ഞുങ്ങൾ, ചിൽഡ്രൻ എന്നുള്ള അർത്ഥത്തില്. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്ന ഒരു ഭാഗ്യമാണ് അവർ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നില്ല, ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. സൺസ് ഓഫ് ഗോഡ്. ഹുയാസ് എന്ന് പറഞ്ഞൊരു പദം, അത് കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന അത് ആ മെച്യൂരിറ്റിയെ സൂചിപ്പിക്കുന്ന, പക്വതയെ സൂചിപ്പിക്കുന്ന പദമാണ്. ഇവിടെയും ആ ഹുയാസ് എന്ന് പറഞ്ഞ പദമാണ് ഇവിടെ വെളിപാട് 21:7 വാക്യത്തിൽ. ഹി വിൽ ബി മൈ സൺ, എൻ്റെ മകനായിരിക്കും. കുഞ്ഞ് എന്നുള്ള പദവിയിൽ നിന്ന്
വളർന്ന് പക്വത പ്രാപിച്ച് എൻ്റെ മകനായിട്ട് മകളായിട്ട് ഒരു കുഞ്ഞ് വലിയൊരു എസ്റ്റേറ്റ് മുതലാളിക്ക് ഒരു കുഞ്ഞു കുട്ടി ഉണ്ടെങ്കിൽ ആ കുഞ്ഞു കുട്ടിക്ക് ഇതെല്ലാം കൂടി എഴുതി കൊടുത്തേക്കുക, കുഞ്ഞു കുട്ടിക്ക് ഇതെല്ലാം കൂടി ഏൽപ്പിച്ച് അതിനെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച് അതിന് എന്തെങ്കിലും ചെയ്യാൻ അറിയാവോ? അതിനെ ആരെങ്കിലും പറ്റിച്ച് എല്ലാം കൂടി എഴുതിയെടുക്കും ചിലപ്പം. അപ്പൊ അതുകൊണ്ട് ആ കുഞ്ഞ് വളർന്നൊരു പക്വതയുള്ള മകനായാൽ ഇതെല്ലാം എഴുതി കൊടുത്ത് നടത്താനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാനൊക്കത്തുള്ളൂ. അല്ലാതെ കുഞ്ഞു കുട്ടിയാ അവന് നിയമപരമായിട്ട് അവകാശിയാന്ന് പറഞ്ഞുകൊണ്ട് അവനത് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിയായില്ല. അപ്പം നമ്മളും ആത്മീയമായിട്ട് പക്വതയിലേക്ക് നമ്മൾ ടു ബിക്കം നോ ലൈക്ക് ജീസസ്, ആ ഒരു മെച്യൂരിറ്റിയിലോട്ട് പക്വതയിലോട്ട് എത്തുമ്പോഴേ കർത്താവിന് നമുക്കിതെല്ലാം അവകാശമായിട്ട് തരാൻ പറ്റുള്ളൂ. അതാ പറയുന്നത്, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. അങ്ങനെ ആ ജയിക്കുന്നവൻ ആണ് മകനായിട്ടുള്ള പക്വതയിലേക്ക് വരുന്നത്. അവനാണ് ഇതെല്ലാം അവകാശമായിട്ട് ലഭിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം കുഞ്ഞുങ്ങളായിട്ട് തന്നെ തുടരുന്ന വിശ്വാസികള്, ആത്മീയമായിട്ട് പക്വത പ്രാപിക്കാത്തവര്, അവർക്കിത് അവകാശമായിട്ട് ലഭിക്കത്തില്ല എന്നുള്ള കാര്യം ക്ലിയറാ. ആത്മീയമായിട്ടുള്ള ഒരു പക്വതയിലേക്ക് 30%, 60% ഒക്കെ അവരുടെ ജീവിതത്തിൽ ഒരു വളർച്ച ഉണ്ടായിരുന്നുള്ളൂ. ഒരു പൂർണ്ണതയില്ലായിരുന്നു അവരുടെ വളർച്ചയ്ക്ക്. അവരൊരു ഹോൾ ഹാർട്ടഡ് അല്ലായിരുന്നു. അവരിങ്ങനെ ആക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന കണക്ക് കുറച്ച് വചനമൊക്കെ നോക്കി, കുറച്ച് മീറ്റിങ്ങിനൊക്കെ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു, ഒക്കെ ശരി തന്നെ. പക്ഷെ അവര് പൂർണ്ണമായിട്ട് കർത്താവിന് വേണ്ടി ഉള്ളവരല്ലായിരുന്നു. അപ്പൊ എന്തു പറ്റി? അവർക്ക് ഇതൊന്നും അവകാശമായിട്ട് ലഭിക്കത്തില്ല. അവർക്ക് അവിടെ ഒരു സ്ഥാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതിന് അവകാശി എന്ന് പറയുന്ന ആരാന്ന് ചോദിച്ചാൽ ജയിക്കുന്ന ആ കാന്തയായിട്ട് തീരുന്ന ജയാളികളാണ്. അപ്പോൾ ആ ഓരോ സഭയോടും ജയിക്കുക 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 എന്ന് ദൈവം നാഴികയ്ക്ക് 40 വട്ടം എന്ന വണ്ണം ഇവിടെ 7 സഭകളോട് 8 തവണ ജയിക്കുക എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മളിപ്പം വെളിപാട് 2-ന്റെ എന്ത് കണ്ടു? എത്രാമത്തെ വാക്യം കണ്ടേ? 7-ാമത്തെ വാക്യം കണ്ടു. ഏത് സഭയുള്ള ദൂതായിരുന്നു അത്? എഫേസ് സഭയുള്ള ദൂതായിരുന്നു അത്. രണ്ടാമത് ഇനിയിപ്പോ സ്മിർണ സഭയുള്ള ദൂതിൽ എന്താ പറയുന്നേ? വെളിപാട് 2-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അതിന്റെ 11-ാമത്തെ വാക്യം പലപ്പോഴും സ്നാനപ്പെട്ടതിന് ശേഷം സ്നാനദാതാവ് സ്നാനം സ്വീകരിക്കുന്ന ആൾക്ക് പറയുന്ന ഒരു വാക്യമാണ്. അത് സ്നാനപ്പെടുമ്പോൾ മാത്രം പറയേണ്ട വാക്യമല്ല, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അർത്ഥവത്താകേണ്ട വാക്ക്. ആത്മാവ് സഭകളോട് എന്താ പറയുന്നത്? വെളിപാട് 2-ന്റെ 11-ാമത്തെ വാക്യം, റെവലേഷൻ 2:11 എന്താ പറയുന്നേ? ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്? ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് പറയുന്നത്. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്താ ആത്മാവ് സഭകളോട് പറയുന്നേ? ജയിക്കുന്നവന് അതിന് തൊട്ട് മുമ്പുള്ള വാക്യമായിട്ടും സ്നാനകർത്താവ് പറയുന്നത്, സ്നാനദാതാവ് പറയുന്നത് മരണപര്യന്തം. അതിന് തൊട്ട് മുമ്പ് 10-ാമത്തെ വാക്യത്തിൽ അതുള്ള മരണപര്യന്തം വിശ്വസ്തനായിരിക്കും, എന്നാൽ ഞാൻ ജീവന്റെ കിരീടം നിനക്ക് നൽകും. അവസാനത്തോളം വിശ്വസ്തനായിട്ട് ഫെയ്ത്ത്ഫുൾ ആയിട്ടായിരിക്കുക, ജീവന്റെ കിരീടം നിനക്ക് തരിക. അത് കഴിഞ്ഞിട്ടാണ് ഈ 11-ാമത്തെ വാക്യം. ആത്മാവ് എന്താ പറയുന്നത് വെച്ചാൽ ജയിക്കുന്നവന് 2-ാം മരണത്തിൽ ദോഷം വരികയില്ല എന്ന് പറഞ്ഞാൽ, 2-ാം മരണം എന്ന് പറഞ്ഞാൽ നിത്യമായിട്ട് നിത്യ നരകയാതന എന്ന് പറഞ്ഞാൽ നിത്യമായിട്ടുള്ള തീപ്പൊയ്കയിലുള്ള മരണമാണ് 2-ാം മരണമെന്ന് നമ്മൾ വെളിപാട് 20-ാം അധ്യായത്തിന് അവസാനത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടായിരുന്നു. അപ്പം നമ്മൾ ജയിക്കുകയാണെങ്കിൽ ഈ 2-ാം മരണത്തിലെ ദോഷം വരികയില്ല. ജയിച്ചില്ല എന്നുണ്ടെങ്കിലും ഒരുപക്ഷെ ഒരു ജയവും ഇല്ല, തോൽവി മാത്രമേ ഉള്ളൂ. അങ്ങനെ അങ്ങ് കയ്യലപ്പുറത്ത് തേങ്ങ മാതിരി വിശ്വാസത്തിൽ അങ്ങ് വീണും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ 2-ാം മരണത്തിലോട്ടായിരിക്കും ചെന്ന് വീഴുന്നത്. രക്ഷ നഷ്ടപ്പെട്ട അനേകരുടെ വിശ്വാസം നഷ്ടപ്പെട്ട് വിശ്വാസത്തിൽ നിന്ന് വീണു പോകും. അനേകരുടെ രക്ഷ നഷ്ടപ്പെടും. വിശ്വാസ ത്യാഗം സംഭവിക്കും എന്നൊക്കെ നമ്മൾ എവിടെ വായിക്കുന്നു? 2 തെസ്സലോനിയർ 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് അപ്പോസ്റ്റസിയും അനേകരുടെ വിശ്വാസമൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമൊക്കെ വരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. 2 തെസ്സലോനിയൻസ് chapter 2 verse 4, falling away from faith. അപ്പൊ അവരുടെ കുഴപ്പം എന്തായിരുന്നു? അവര് ജയിക്കാതെ ബാക്കി പല പ്രീച്ചേഴ്സും പല പ്രസംഗികരും പ്രോസ്പെരിറ്റി ഗോസ്പലും പറഞ്ഞുകൊണ്ടിരുന്നു. സമൃദ്ധിയുടെ സുവിശേഷം, നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചാൽ മതി, അത് കിട്ടും ഇത് കിട്ടും. അങ്ങനെ സ്വാർത്ഥപരമായിട്ടുള്ള ബൈബിളിൽ പറയാത്ത മറ്റൊരു യേശു, മറ്റൊരു ആത്മാവും, മറ്റൊരു സുവിശേഷവും എന്നൊക്കെ 2 Corinthians 11:4 പറയുന്നത് പോലെ വേറെ എന്തോത്തിൻ്റെയൊക്കെ പിറകെ, ഈ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് അല്ലാത്തതായിട്ടുള്ള വേറെ എന്തിനോടെയൊക്കെ പിറകെ യേശുവിന്റെ പിന്നാനെയാണെന്നും പറഞ്ഞ് തെറ്റിദ്ധരിച്ച് അവരങ്ങ് പോവുക. അപ്പൊ അവരുടെ യഥാർത്ഥത്തിലുള്ള കർത്താവിനുള്ള വിശ്വാസമൊക്കെ മാറി പണത്തിലായി വിശ്വാസം, പാസ്റ്റർ എന്ന് പറയുന്ന ആൾ പറയുന്നതിലായി വിശ്വാസം, ബാക്കി സോക്കോൾഡ് പ്രോഫസീസോ ഇന്ന പ്രവാചിക എൻ്റെ അടുക്ക് ഇന്നത് പ്രവചിച്ചു അതിൽ അവരുടെ വിശ്വാസം. ദൈവത്തിന്റെ വചനത്തിൽ നിത്യമായിട്ടുള്ള മാറ്റമില്ലാത്ത വചനമല്ല. ഈ കള്ളപ്രവാചക വന്ന് ജസബേലിന് ആത്മാവുള്ള കള്ളപ്രവാചക, പുതിയ നിയമത്തിൽ ഉള്ള എല്ലാ പ്രവാചകന്മാരും കള്ളപ്രവാചികളാണ്. പുതിയ നിയമത്തിലെ ഒരു പ്രവാചകയെ കുറിച്ച് നമ്മൾ വായിക്കുന്നേ ഇല്ല. ഫിലിപ്പോസിന്റെ പുത്രന്മാര് പ്രവചിക്കുന്നവരായിരുന്നു എന്നാണ്
അവിടെ അപ്പോസ്തലർ 21:9 പറയുന്നത് അവർ പ്രവാചികമാരല്ലായിരുന്നു. എന്നാൽ ഇന്ന് ഇതിനൊക്കെ പ്രവാചകി പ്രവാചിക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ ഇറങ്ങിയിട്ടുണ്ട്. സ്ത്രീകൾ തന്നെ പുരുഷന്മാരുടെ മേൽ അധികാരം സ്ഥാപിക്കാൻ സ്ത്രീ അനുവദിക്കത്തില്ലെന്ന് 1 തിമോഥെയോസ് 2:12 പറഞ്ഞിരിക്കെ ആ ദൈവവചനമൊക്കെ കാറ്റിപ്പറത്തിക്കൊണ്ട് തൃണവത് ഗണിച്ചുകൊണ്ട് പുല്ലുപോലെ കരുതിക്കൊണ്ട് കള്ളപ്രവാചികമാരൊക്കെ വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. അവരെ ഒന്ന് പ്രവചിക്കും. അതിനിട്ട് ഞാൻ ഈ പറയുന്നത് വെച്ചാൽ പലരുടെയും വിശ്വാസം തന്നെ വീണു പോകും. എന്ന് വെച്ചാൽ അവരുടെ പ്രവചനത്തിലാണ്. അത് കള്ള പ്രവാചകയായാലും കള്ള പ്രവാചകനായാലും ദൈവവചന പ്രകാരമുള്ള ഒരു ജീവിതം ഇല്ലാതെ പണത്തിന് വേണ്ടിയോ മനുഷ്യമാനത്തിന് വേണ്ടിയോ വയറ്റിപ്പഴപ്പിന് വേണ്ടിയോ ഒക്കെ ഈ പ്രവചിക്കുക എന്നും പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് നടക്കുന്ന ഒത്തിരി പേര് അവരുടെ ഒരു ജീവിത സന്ധാരണത്തിന് അങ്ങനെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ കേട്ട് വിശ്വസിച്ച് അതൊക്കെ വാവിളിച്ച് വിഴുങ്ങി അതൊക്കെ എടുത്ത് വിശ്വസിച്ച് യഥാർത്ഥത്തിലുള്ള ദൈവത്തിലുള്ള വിശ്വാസമൊക്കെ ഇങ്ങ് വിട്ടുപോയി വിശ്വാസത്യാഗം സംഭവിക്കുന്ന അനേകരുണ്ട്. അവര് എങ്ങോട്ടാ പോകുന്നത് വെച്ചാൽ രണ്ടാം മരണത്തിലോട്ടാ പോകുന്നത്. എന്നാൽ ജയിക്കുന്നവന് രണ്ടാം മരണത്തിൽ പങ്കുണ്ടായ ദോഷം വരുത്തുകയില്ല, രണ്ടാം മരണത്താൽ ദോഷം വരുത്തുകയില്ല. അപ്പൊ നമ്മളിപ്പം എത്ര സഭകളുള്ള ദൂതിലെ ജയിക്കുക എന്നുള്ള വാക്ക് കണ്ടു? 2 സഭകളുള്ള ദൂതില്. ഏതൊക്കെയാ? എഫേസ്യൻസ്, പിന്നെ സ്മിർന സഭകളിലുള്ള ദൂതില്. ഇനി മൂന്നാമത്തെ സഭ ഏതാ? നോക്കിക്കേ, വെളിപാട് 2-ാം അധ്യായത്തിലെ മൂന്നാമത്തെ സഭ ഏതാ? 12-ാമത്തെ വാക്യം മുതൽ പെർഗമോസ് സഭ, പെർഗമോസിലെ സഭയോട് ജയിക്കുക എന്നുള്ള കാര്യം എത്രാമത്തെ വാക്യത്തിലാണ് പറയുന്നേ? നോക്കിക്കേ, 12-ാമത്തെ വാക്യം മുതൽ പറയുന്നുണ്ട്. അവസാനത്തെ വാക്യത്തിലെ ജയിക്കുക എന്നുള്ള വാക്ക് വരുന്നേ എവിടാ? അത് 17-ാമത്തെ വാക്യത്തില്. വെളിപാട് 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. 17-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? ആത്മാവ് സഭകളോട് പറയുന്നത് കേട്ടോ. റെവലേഷൻ 2:17 നോക്കിക്കേ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്? ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. മറഞ്ഞിരിക്കുന്ന മന്ന എന്ന് പറഞ്ഞാൽ അതിവിശുദ്ധ സ്ഥലത്തെ മന്ന. അത് ഫ്രഷ് ആയിട്ടുള്ള ദൈവത്തിന്റെ വെളിപ്പെട്ട വചനമാണ് മന്ന. മന്നയാണ് നമ്മുടെ ആഹാരം. കർത്താവാണ് ജീവിക്കുന്ന മന്ന എന്നുള്ള, ജീവിക്കുന്ന അപ്പം, ജീവന്റെ അപ്പം എന്നൊക്കെ യോഹന്നാൻ 6-ാം അധ്യായത്തിൽ മന്നയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് കർത്താവ് പറയുന്നുണ്ട്, ഞാനാണ് ജീവന്റെ അപ്പം എന്ന്. യോഹന്നാൻ 6:46-49 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന, അതിവിശുദ്ധ സ്ഥലത്ത് തിരശ്ശീലയ്ക്ക് അപ്പുറമാണ് അത് മറഞ്ഞിരിക്കുന്നതാണെന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്നതായിട്ടുള്ള, ഇപ്പൊ ഒരേ വചനം തന്നെ 10 പേര് വായിക്കുന്നതെന്നാൽ ഒരാൾക്ക് അതൊരു വെളിപ്പാടായിട്ടൊരു അനുഭവമായിട്ട് അവരുടെ ജീവിതത്തിലെ എന്നോട് കർത്താവ് സംസാരിച്ചു എൻ്റെ ഈ വാക്യം. എല്ലാവരും അതേ വാക്യം വായിച്ച് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഒരാൾക്കത് കർത്താവിന്റെ ശബ്ദമായിട്ട് ആ വചനം അങ്ങ് അവരങ്ങ് ഏറ്റെടുത്തു. അപ്പോൾ അത് ജീവിക്കുന്ന മറഞ്ഞിരിക്കുന്ന മന്നയായി തീർന്നു. മനസ്സിലായി? അത് ജയിക്കുന്നവനാണ് ആ വചനത്തിന്. അതുപോലെ നമ്മളിതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്കാണ് അത് പെട്ടെന്ന് ആ വചനം ഒരു ഫ്രഷ് ആയിട്ടുള്ള ജീവൻ തരുന്ന മന്ന. നമ്മൾ ആ പഴയ ഏഴകൾക്ക് ഏകിയിടുക, പരമരാജ ഗുരുവരനെ അടിയനിത വരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടാറുണ്ടല്ലേ. ജീവൻ നൽകുന്ന മന്ന കേട്ട് നമ്മൾ നിത്യജീവൻ തരുന്ന മന്ന തരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടാറുണ്ടല്ലേ. അതാ, ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, ഞാൻ അവന്റെ വെള്ളക്കല്ല്. അത് ബ്രൈഡ് ഗ്രൂം, മണവാളൻ മണവാട്ടിക്ക് കൊടുക്കുന്ന ആ കല്യാണ മോതിരത്തിലെ വെള്ളക്കല്ലിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള കർത്താവുമായിട്ടുള്ള ഒരു ബ്രൈഡൽ റിലേഷൻഷിപ്പ്. ഒരു മണവാളൻ എന്ന വണ്ണം, ഒരു മണവാട്ടിയും മണവാളൻ എന്ന വണ്ണമുള്ള കർത്താവിനുള്ള ഒരു ഹൃദയംഗമായിട്ടുള്ള ഒരു ഹൃദ്യമായിട്ടുള്ള ഒരു ബന്ധം. അത് ബാക്കി ആർക്കും പറഞ്ഞിരിക്കാനൊക്കാത്ത, ഇവർക്ക് ഇപ്പോൾ എത്ര ഈ പുതുതായിട്ട് കല്യാണം കഴിച്ച സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാര് അവരിരുന്ന് മണിക്കൂറുകൾ സംസാരിക്കുന്നു. ഇവർക്ക് എന്ത് സംസാരിക്കാൻ ഇത്രയുള്ള, ഇവർക്ക് ഇത്രയും ടോപ്പിക് എവിടെ നിന്ന് കിട്ടി? ഈ മൊബൈലിന്റെ ചാർജ് തീർന്നതിന് മേലെ ഇരുന്ന് സംസാരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവർക്കിപ്പോൾ ഇത്ര സംസാരിക്കാൻ, ലോകത്ത് ഇത്ര സംഭവങ്ങളുണ്ടോയെന്ന് നമ്മൾ വിചാരിക്കുന്നത്. അവർക്ക് എത്ര സംസാരിച്ചാലും അവർക്ക് മതി വരത്തില്ല. എന്ന് വെച്ചാൽ എന്താ, അത് അവർക്കൊരു ബ്രൈഡൽ റിലേഷൻഷിപ്പ്. അതുപോലെ ആയിരിക്കണം നമ്മളും കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. ഇവൻ നമ്മളുടെ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതുപോലെ ആയിരിക്കണം. ഭർത്താവും ഭാര്യയുമായിട്ട് നമ്മൾ സംസാരിക്കുകയും സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ അത് വളരെ സന്തോഷത്തോടെ പരസ്പരം സമയം ചെലവഴിക്കുന്ന ഒരു ഭാര്യാഭർത്തൃ ബന്ധമുള്ള കുടുംബങ്ങളായിരിക്കണം നമ്മളുടേത്. പിന്നെ അത് കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പും അങ്ങനെ ആയിരിക്കണം. അത് വെള്ളക്കല്ല് നൽകും, ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേര്. നമ്മൾ ജയിക്കുമ്പോൾ, നമ്മൾ ഈ ലോകത്തെ ജയിക്കുമ്പോൾ, പാപത്തെ ജയിക്കുമ്പം, ജഡത്തെ ജയിക്കുമ്പം, പിശാചിനെ ജയിക്കുമ്പം, അതായത് നമ്മളുടെ സ്വന്തം ഇഷ്ടത്തെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നമ്മൾ കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അങ്ങനെ ജയിക്കുമ്പോൾ അവിടെ ആർക്കും അറിയാൻ പാടില്ലാത്തൊരു പേരെന്ന് പറഞ്ഞാൽ അത് ഈ ബ്രൈഡൽ റിലേഷൻഷിപ്പിന്, വെള്ളക്കല്ലും ആർക്കും അറിയാൻ പാടില്ലാത്തതായിട്ടുള്ള പേര് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ വെള്ളക്കല്ലിന് മേലെ അതൊരു പുതിയ പേരാ. എല്ലാ വെളിപാട് പുസ്തകത്തിലെല്ലാം പുതിയ പേര്, പുതിയ നഗരം, പിന്നെന്താ പുതിയ പാട്ട്,
എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ആ ആർക്കും അറിഞ്ഞുകൂടാത്തതായിട്ടുള്ള ഒരു പേര് നമ്മളെ കർത്താവ് ഓമന പേര് ചൊല്ലി എന്നെ വിളിക്കുന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും മോളി സിസ്റ്റർ എപ്പോഴും പറയാറുള്ള ഒരു വാക്യം നമ്മളെപ്പോഴും പറയാറുണ്ട്. എന്താ യേശാവ് 45 3 4 വാക്യങ്ങൾ ഞാൻ നിന്നെ ഓമന പേര് ചൊല്ലി വിളിക്കൂ എന്ന് പറയുന്നുണ്ട്. ഐ കോൾ യു ബൈ യുവർ പെറ്റ് നെയിം. അപ്പം അതുപോലെയുള്ള നമ്മളെ അതുപോലെ പുതിയ പേര് ചൊല്ലി വിളിക്കുന്ന ആ ഒരു കർത്താവായിട്ടുള്ള റിലേഷൻഷിപ്പ് ജയിക്കുന്നവന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞു വരുന്നത്. പിന്നെ അപ്പൊ നമ്മൾ 3 സഭകളിലുള്ള ദൂത് കണ്ടു. പിന്നെ 4ാമത്തെ സഭ ഏതാ? വെളിപാട് പുസ്തകത്തിലെ 4ാമത്തെ സഭ ഏതാ? തയാത്തിറ അല്ലെങ്കിൽ തുയഥൈര എന്ന മലയാളത്തിൽ, ഇംഗ്ലീഷിൽ നമ്മൾ തയാത്തിറ എന്നൊക്കെയാ പറയുന്നത്. തയാത്തിറ സഭയ്ക്കുള്ള ദൂത് വെളിപാട് 18ാം അധ്യായത്തിന്റെ വെളിപാട് 2ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ ആ തയാത്തിറ സഭ അല്ലെങ്കിൽ തുയഥൈര സഭയ്ക്ക് പറഞ്ഞിരിക്കുന്ന ദൂത്. അതിന്റെ അതിന്റെ ജയിക്കുക എന്നുള്ളൊരു വാക്ക് നമ്മളെവിടെ വായിക്കുന്നത്? 26ാമത്തെ വാക്യം മുതൽ അത് കാണുന്നത്. 26ാമത്തെ വാക്യത്തില് ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന്. അപ്പം അവൻ ജയിക്കണം. അവന് അവിടെ നമ്മള് ആ സഭയിലെ ജസബേൽ സ്പിരിറ്റ്, എസബേലിന്റെ ഒരു ആത്മാവൊക്കെ വ്യാപരിച്ചതും അതിനെയൊക്കെ ജയിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഏലിയാവിന്റെ ആത്മാവോടുകൂടി അതിനെയൊക്കെ ജയിക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ആ ഒരു ആത്മീയ അധികാരത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ലൗകികമായിട്ടുള്ള ലോകത്തിൻ്റെതായ ഭക്തിയുടെ വേഷമുള്ള എന്ന യഥാർത്ഥത്തിലുള്ള ഭക്തി അല്ലാത്തതായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ജയിക്കുന്ന ആ ഒരു ആത്മീയ അധികാരത്തോടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന, അങ്ങനെ വചനപ്രകാരം അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ എതിരെ ഉള്ള ഒരു ജയം അങ്ങനെ ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും, സ്വന്തം ഇഷ്ടപ്രകാരമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന പ്രവൃത്തികളല്ല, ഞാൻ കൽപ്പിച്ച പ്രവൃത്തികൾ. അതാ ഹു കീപ്സ് മൈ ഡീഡ്സ് അൻറ്റിൽ ദ എൻഡ്. കീപ്സ് മൈ ഡീഡ്സ്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കുറിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില പ്രവൃത്തികളുണ്ട്. കർത്താവ് നമ്മളെക്കുറിച്ച് നമ്മളെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം. നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ദൈവം നമുക്ക് ചിലരെ കുറിച്ച് പ്രാർത്ഥിക്കാൻ, നമ്മുടെ ക്ലാസ്മേറ്റ്സിനെ കുറിച്ചായിരിക്കും, നമ്മുടെ ടീച്ചേഴ്സിനെ കുറിച്ചൊക്കെ പ്രാർത്ഥിക്കാനായിരിക്കും, നമ്മുടെ റിലേറ്റീവ്സിനെ കുറിച്ച്, ബന്ധുക്കളെ കുറിച്ച് പ്രാർത്ഥിക്കാനായിരിക്കും. ദൈവം നമുക്ക് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ തരുന്ന ചില അവസരങ്ങളിൽ ആ കാര്യത്തെ ഒക്കെ കർത്താവിനെ അതുപോലെ മഹത്വപ്പെടുത്താൻ തരുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അവിടെയൊക്കെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ കർത്താവ് കൽപ്പിച്ച പ്രവൃത്തികളെ നമ്മൾ അവസാനത്തോളം ചെയ്യണം. അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. യേശുവിന് പിതാവ് എങ്ങനെ അധികാരം കൊടുത്തു? വെറുതെ പിടിച്ചങ്ങ് അധികാരം കൊടുത്തതല്ല. യേശു ഇതുപോലുള്ള ദൈവവചന പ്രകാരം അല്ലാത്തതായിട്ടുള്ള പാരമ്പര്യങ്ങൾക്കെതിരായിട്ടും മനുഷ്യമാനം തേടുന്നതിനെതിരായിട്ടും പാപത്തിനെതിരായിട്ടും പാരമ്പര്യത്തിനെതിരായിട്ടും ഘോരഘോരം കർത്താവ് ഒരു നിലപാടെടുത്തു തൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ട് പരീശന്മാരെല്ലാം കൂടെ എങ്ങനെങ്കിലും കർത്താവിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, കർത്താവിനെ ക്രൂശിച്ച് കൊല്ലാൻ വേണ്ടി റോമൻ ഗവൺമെന്റുമായിട്ട് കച്ചുകെട്ടി കാര്യങ്ങളൊക്കെ കരുക്കൾ നീക്കി കർത്താവിനെ ഇല്ലായ്മയാക്കാൻ നോക്കി. എന്ന കർത്താവ് മരണത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. അപ്പം അതാ നമ്മൾ വായിച്ചത്. അപ്പം കർത്താവിന്റെ ജീവിതത്തിൽ ഉടനീളം ആ ഒരു മതഭക്തിക്കെതിരായിട്ടുള്ള റിലീജിയോസിറ്റി എന്ന് വെച്ചാൽ ദൈവഭക്തിയുടെ ഒരു വേഷമുണ്ട്, എന്നാൽ സ്വന്തം കാര്യങ്ങളാണ് ചെയ്യുന്നത്. സ്വന്തം സാമ്രാജ്യം പടുത്തുയർത്താൻ നോക്കുന്ന യേശുവിൻ്റെ ഒരു പേര് പുറമെ ഇട്ടിട്ടുണ്ട്. യേശുവിലാണ് വിശ്വാസം, കീശയിലാണ് ആശ്വാസം. കീശ എന്ന് പറഞ്ഞാൽ പോക്കറ്റ്, ചില പണത്തിലെ ആശ്വാസം എന്നാൽ യേശുവിലെ വിശ്വാസം എന്ന് പറയുകയും ചെയ്യും. എന്ന് പറയുന്ന തരത്തിലുള്ള ലോകത്തിന് പിന്നാലെ പോകുന്ന ഒരു വ്യാജ ഫോൾസ് ക്രിസ്ത്യാനിറ്റി ഉണ്ട് നമ്മുടെ ചുറ്റും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ എതിരെയൊക്കെ ഒരു നിലപാടെടുത്ത് കർത്താവ് കൽപ്പിച്ച പ്രവർത്തികൾ അവസാനത്തോളം അനുഷ്ഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് പിതാവ് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. യേശുവിനെ ജാതികളുടെ മേലെ, കർത്താവിന് ജനങ്ങളുടെ മേലെ, അബൌവ് ദ ഗീവ് അതോറിറ്റി ഓവർ ദ നേഷൻസ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രങ്ങളുടെ മേലെ, രാജ്യങ്ങളുടെ മേലൊക്കെ കർത്താവിന് ഒരു ആത്മീയ അധികാരം പിതാവ് നൽകിയതുപോലെ കർത്താവ് ഒരു മനുഷ്യനായിട്ട്, കർത്താവ് സർവശക്തനായ ദൈവമായിരിക്കും എല്ലാ അധികാരവും ഉണ്ടായിരുന്നു. എന്നാൽ അധികാരമൊക്കെ കർത്താവ് ഒഴിച്ച് അല്ലെങ്കിൽ എംപ്റ്റി ചെയ്ത് ആണ് അതെല്ലാം അധികാരമൊക്കെ ഉരിഞ്ഞു വെച്ച്, ആ ശക്തിയും സർവ്വശക്തിയും സർവ്വജ്ഞാനമൊക്കെ ഉരിഞ്ഞു വെച്ചൊരു മനുഷ്യനായിട്ട് കർത്താവ് ഭൂമിയിൽ വന്നു. എന്നാൽ തന്നെ അതിനെ ഏറ്റവും താഴ്ത്തിയതുകൊണ്ട് പിതാവ് എല്ലാത്തിലും മേലായിട്ടുള്ള നാമത്തെ നൽകി എല്ലാ അധികാരവും കൊടുത്തു. സർവ്വത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു എന്നൊക്കെ മത്തായി 28ാം അധ്യായത്തിന്റെ 18ാമത്തെ വാക്യത്തിൽ കർത്താവ് ആ ഗ്രേറ്റ് കമ്മീഷൻ, മഹാനിയോഗം നൽകുന്നതിന് തൊട്ട് മുമ്പായിട്ട് പറയുന്ന കാര്യമൊക്കെ നമുക്കറിയാം. ഫിലിപ്പിയർ 2:6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലാണ് ഏറ്റവും തന്നെ
താഴ്ത്തിയ കർത്താവിനെ എല്ലാ നാമത്തിലും മേലായ നാമം നൽകിയതായിട്ടൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ നമ്മെ തന്നെ താഴ്ത്തുകയും പരിശുദ്ധാത്മാവിന്റെ നിറവില് പരിശുദ്ധാത്മ തരുന്ന ആ ഒരു ബോധ്യത്തോടെ ദൈവവചന പ്രകാരം പാരമ്പര്യത്തിനെതിരായിട്ടും പണത്തിനെതിരായിട്ടും പണസ്നേഹത്തിനെതിരായിട്ടും പാപത്തിനെതിരായിട്ടും ഒക്കെ നമ്മൾ ഒരു നിലപാടെടുക്കുമ്പോൾ എന്താ ലോകക്കാർ നമ്മളെ പകയ്ക്കും, പക്ഷെ ദൈവം നമുക്ക് ആത്മീയ അധികാരം നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം വിജയിക്കുന്നവനാണ് ജാതികളുടെ മേലുള്ള ഒരു അധികാരം. ജാതികളുടെ മേലെ അധികാരം എന്ന് പറയുമ്പോൾ പ്രാഥമികമായിട്ട് നമുക്ക് നമ്മളുടെ കുടുംബത്തിൽ തന്നെ നമ്മളുടെ ഒരു ഭർത്താവ് എന്ന നിലയിൽ ഭാര്യയുടെ മേലെ നമുക്കൊരു ആത്മീയ അധികാരമുണ്ടോ? കുഞ്ഞുങ്ങളുടെ മേലെ നമുക്കൊരു ആത്മീയ അധികാരമുണ്ടോ? ഒരു അമ്മ എന്ന നിലയിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ മേലെ ഒരു ആത്മീയ അധികാരമുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് അവളൊന്നും കേൾക്കത്തില്ല, ഞാൻ പറയുന്നത് അവനൊന്നും കേൾക്കത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു ആത്മീയ അധികാരമില്ല. നമ്മൾ വെറുതെ കലവല കലവല കലവിൽ എന്ന് കുറേയൊക്കെ ചിലയ്ക്കുന്നു. പിള്ളേർക്ക് നമ്മൾ കേൾക്കുന്നതേ അലർജി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആത്മീയ അധികാരമില്ല. ആത്മീയ അധികാരം ഉണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവിടെ ആ ഒരു ഇനോ അവിടെ നിൽക്കും. ആത്മീയ അധികാരമില്ലാതെ നമ്മൾ കുറേ ചിലയ്ക്കാന്നുള്ളതല്ലാതെ നമ്മുടെ തൊണ്ടയിലെ വായും വെള്ളം വറ്റും. ഒരു വാക്ക് പറഞ്ഞാൽ അനുസരിച്ചില്ലെങ്കിൽ അതിൻ്റെതായ ശിക്ഷണത്തോടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തണം. ബാക്കി ഓഫ്കോഴ്സ് ബാക്കിയുള്ള സമയത്ത് ഒത്തിരി സ്നേഹവും വാത്സല്യം അവർക്ക് കൊടുക്കണം. അതിന്റെ ബാലൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. വെറുതെ ശിക്ഷണം മാത്രമായിരിക്കരുത്, അതൊരു എക്സ്ട്രീം ആയി പോവും. എന്നാൽ ബാക്കിയുള്ള സമയത്ത് ഈ തെറ്റ് ചെയ്യാത്ത സമയത്ത് നമ്മൾ ഒത്തിരി സ്നേഹവും വാത്സല്യം ഒക്കെ നൽകണം. എന്നാൽ തെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നമ്മൾ എൻഫോഴ്സ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ആദ്യമായിട്ട് ആത്മീയ അധികാരം. പിന്നെ ദൈവം നമുക്ക് ബാക്കിയുള്ള കൂട്ടു സൗകര്യങ്ങളുടെ മേലെ ഇപ്പം ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു കൂട്ടു സൗകര്യങ്ങളുടെ മേലും ഒക്കെയുള്ള ഒരു അധികാരം, അതിന് ശേഷമുള്ള പടിപടിയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് ദൈവത്തിന്റെ പരമാധികാരത്തിലുള്ള കാര്യം. നമുക്ക് എന്നാൽ മനുഷ്യരുടെ മേലെ അധികാരം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് ക്രിസ്തു ചെയ്യുന്നു എന്ന വണ്ണം ക്രിസ്തു സദൃശ്യമായിട്ട് ക്രൈസ്റ്റിലേക്കായിട്ട് വിത്ത് ജെന്റിൽനെസ് ആൻഡ് ഫേംനെസ്, സൗമ്യതയോടും ഉറപ്പോടും കർക്കശത്തോടും ഒക്കെ നമ്മൾ ആ അധികാരം വിനിയോഗിക്കണം. എന്നാൽ ഇല്ലാത്ത അധികാരം നമ്മൾ നമ്മുടെ ബൗണ്ടറി താണ്ടി പോയി വേറെ ആളുടെ മേലെ നമുക്ക് ഇല്ലാത്ത അധികാരം പ്രയോഗിക്കാൻ നിന്നാൽ അത് അധികാരം നമ്മളെ നമ്മളുടെ വേലി താണ്ടി, നമ്മളുടെ ഫെൻസ് താണ്ടി, ബൗണ്ടറി താണ്ടി നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ഒരു പാമ്പ് കടി ഏക്കുമെന്നൊക്കെ സഭാപ്രസംഗിൽ ഒരു വാക്കുണ്ട്. വേലി ചാടുന്നവനെ, വേലി പൊളിക്കുന്നതിനെ സഭാപ്രസംഗം അവസാനം ആ വാക്യം നമ്മൾ സാക്ബറിൽ നിന്ന് തന്നെ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഞാൻ ആ വാക്യം, അതെ, അതിന്റെ 10-ാം അധ്യായത്തിന് 8-ാമത്തെ വാക്യം, സഭാപ്രസംഗി 10, എക്ലേസിയാസ്റ്റസ് ചാപ്റ്റർ 10 വേഴ്സ് 8. അധികാരത്തിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവരുടെ മേലെ ചെന്ന് നമുക്ക് ഇല്ലാത്തവരുടെ മേലെ ചെന്ന് അധികാരം പ്രയോഗിക്കുന്ന കാര്യമല്ല. ദൈവം നമ്മളിപ്പം ഓഫ്കോഴ്സ് നമ്മളുടെ കുടുംബത്തിലുള്ള ഒരു അധികാരം, പിന്നെ ഓഫ്കോഴ്സ് ദൈവം തരുന്ന ആത്മീയ അധികാരവും കാര്യങ്ങളും ഒക്കെ. അപ്പം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഓഫീസിൽ ഇപ്പം നമ്മളുടെ കീഴുദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരുടെ മേലെ ഉള്ള ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു അതോറിറ്റി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അവിടെ സഭാപ്രസംഗി 10-ാം അധ്യായത്തിന്റെ സഭാപ്രസംഗി 10-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും. ഹി ഹു ഡിഗ്സ് എ പിറ്റ് മേ ഫോൾ ഇൻ ടു ഇറ്റ്. അത് നമ്മൾ താൻ കുഴിക്കുന്ന കുഴിയിൽ താൻ തന്നെ വീഴും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഇതേ സോളമൻ തന്നെ എഴുതിയിട്ടുള്ള സദൃശവാക്യം 26 നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ 26-ന്റെ 25-ാമത്തെ വാക്യത്തിലല്ലേ അത് നമ്മൾ വായിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് അത് നോക്കാം. 26-ന്റെ 27-ാമത്തെ വാക്യമാണ് സദൃശവാക്യം. 26-ന്റെ 27-ലെ കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും, കല്ലുരുട്ടുന്നവന്റെ മേലെ അത് തിരിഞ്ഞു കൊള്ളും. നമ്മൾ തിരിച്ച് സഭാപ്രസംഗി 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 8-ാമത്തെ വാക്യം എന്താ വായിക്കുന്നത്? കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും, മതിൽ പൊളിക്കുന്നവനെ എന്ത് കടിക്കും? പാമ്പ് കടിക്കും. മതിൽ പൊളിക്കുന്നവനെ എ സർപ്പന്റ് മേ ബൈറ്റ് ഹിം ഹു ബ്രേക്സ് ത്രൂ എ വാൾ. നമ്മള് മതില് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഒരു മതിലൊക്കെ പൊളിച്ച് നമ്മളങ്ങ് പോവുകയാണെങ്കിൽ, ആ ഒരു പരിധി താണ്ടി പോവുകയാണെങ്കിൽ പാമ്പ് കടിക്കുക വെച്ചാൽ സാത്താന്റെ ഒരു കടി, ഇപ്പൊ സാത്താന്റെ ഒരു ഇൻഫ്ലുവൻസിലേക്ക് നമ്മൾ വരും. നമ്മുടെ ബൗണ്ടറിയൊക്കെ നമ്മൾ താണ്ടുവാണെങ്കിൽ എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. അവിടെ ആ പാമ്പ് കടിക്കും എന്നുള്ളതിന്റെ ആ ഒരു മൂലപദം കടക്കാരനാകും എന്നുള്ളൊരു അങ്ങനെ ഒരു അർത്ഥം ഉള്ളതായിട്ടൊക്കെ നമ്മൾ സാക്ബറിൽ കേട്ടിട്ടുണ്ട്, ആ എബ്രായ പദത്തിന്റെ അർത്ഥമൊക്കെ. ഞാൻ തിരിച്ച് വെളിപാട് പുസ്തകത്തിലേക്ക് വരുക. വെളിപാട് പുസ്തകത്തിൽ നമ്മളിവിടെ തുയഥൈര അല്ലെങ്കിൽ തയാത്തീറ സഭയോടുള്ള ആ ദൂത് നമ്മളിപ്പം വായിച്ചു. അവിടെ നമ്മൾ എന്താ വായിച്ച്? വെളിപാട് 3-ാം അധ്യായത്തിന്റെ 26 നമ്മളിപ്പം വായിച്ചു. ജാതികളുടെ മേൽ അധികാരം കൊടുക്കും, അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും. ആ ഒരു ആത്മീയ അധികാരം, മെസ്സിയാനിക് അതോറിറ്റിയെ കുറിച്ച് നമ്മളവിടെ വായിക്കുന്നത്.
മെസ്സിഹയ്ക്കുള്ള ആത്മീയ അധികാരത്തെ കുറിക്കുന്ന ആ ഒരു വാക്യം നമ്മൾ സങ്കീർത്തനം 2-ാമത്തെ സങ്കീർത്തനത്തിൽ വായിക്കുന്ന ആ വാക്കാണ് ഇവിടെ വിത്ത് റോഡ് ഓഫ് അയൺ എന്ന് പറയുന്ന ആ ഒരു മെസ്സിഹയുടെ അധികാരം. ആ സഹസ്രാബ്ദ വാഴ്ചയിലൊക്കെ 1000 വർഷക്കാലമുള്ള ഭരണത്തിലൊക്കെ യേശു കർത്താവിനുള്ള ആത്മീയ അധികാരത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം അവിടെ 2-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞ ആ വാക്യമാണ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു ദൈവത്തിന്റെ സഭയിലുള്ള ഒരു ആത്മീയ അധികാരത്തെ കുറിച്ച്, ജയിക്കുന്നവന് ആത്മീയ അധികാരത്തെ കൊടുക്കുന്ന കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും, അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും എന്ന് പറഞ്ഞാൽ, കുശവന്റെ ഒരു മൺപാത്രം ഉണ്ടെങ്കിൽ ഒരു ഇരുമ്പ് പോലെ ഒരു മൺപാത്രത്തെ മേലെ തട്ടിയാൽ മതി, ടപ്പോന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പൊട്ടും. അതുപോലെ ഈസി ആയിട്ട് ഉള്ള ഒരു അധികാരം, അതുപോലെ ദൈവം നൽകുന്ന ഒരു അധികാരം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ മൺപാത്രങ്ങള്, ആ അധികാരം എന്തിനാന്ന് ചോദിച്ചാൽ നമ്മളുടെ മൺപാത്രങ്ങളാകുന്ന ആ ജഡം പൊട്ടുമ്പോഴാണ് അതിനുള്ളിലുള്ള വെളിച്ചം, അതിനുള്ളിലുള്ള പൊക്കിഷം, അല്ലെങ്കിൽ പൊക്കിഷം എന്ന് പറഞ്ഞാൽ തമിഴ് വാക്ക, അതിനുള്ള നിധി, ട്രഷേഴ്സ് വെളിവാകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള കർത്താവിന്റെ ജീവൻ വെളിപ്പെടുന്നത് നമ്മൾ നുറുക്കപ്പെടുമ്പോഴാണ്. അപ്പം ആ ഒരു ആത്മീയ അധികാരത്തോടെ ചില കാര്യങ്ങൾ തിരുത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അത് തിരുത്തപ്പെടുന്ന ആളുടെ ജഡത്തിൽ ഒരു നുറുക്കം ഉണ്ടാവുന്നേ. അപ്പോൾ അത് പക്ഷെ അവർക്കത് കൂടുതൽ നുറുക്കത്തിൽ അവര് കൂടുതൽ ജീവൻ പ്രാപിക്കുവാനും ജീവൻ വെളിപ്പെടുവാനൊക്കെ ഇടയാകും. അപ്പൊ ആ ഒരു കാര്യമൊക്കെ അവർ കുശവന്റെ പാത്രങ്ങളെ പോലെ നുറുങ്ങിപ്പോകും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവന് ഉദയനക്ഷത്രം കൊടുക്കും. ജയിക്കുന്നതിന് എന്ത് കൊടുക്കും? ഉദയനക്ഷത്രം കൊടുക്കും. അതാ മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞാല് കർത്താവ് നീതിസൂര്യനായിട്ടാണ് അവിശ്വാസികൾക്ക് വെളിപ്പെടുന്നതെന്നാണ് നമ്മൾ മലാഖി പുസ്തകം 4-ാം അധ്യായം. മലാഖി പുസ്തകം വെച്ചാൽ ബൈബിളിന്റെ പഴയ നിയമ പുസ്തകങ്ങളിൽ ഏറ്റവും അവസാനത്തെ പുസ്തകം ഏത്? മലാഖി പുസ്തകം 4-ാം അധ്യായത്തില് അവിടെ സൺ ഓഫ് റൈച്ചസ്നെസ്, നീതിസൂര്യനായിട്ടാണ് കർത്താവ് അവിശ്വാസികൾക്ക് വെളിപ്പെടുന്നത്. എന്നാൽ കർത്താവ് വിശ്വാസികൾക്ക്, ജയാളികൾക്ക് എങ്ങനെയാണ് വെളിപ്പെടുന്നതെന്ന് ചോദിച്ചാൽ മോർണിംഗ് സ്റ്റാർ ആയിട്ട്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉദയനക്ഷത്രം, ഷൂട്ടിംഗ് സ്റ്റാർ, ഉദയനക്ഷത്രം വെളിപ്പെടുന്നത് വാനില്, ആകാശത്തിൽ. അപ്പൊ അതുപോലെ ആയിരിക്കും. അതായത് നീതിസൂര്യനായിട്ട് ഭൂമിയിൽ കർത്താവ് വെളിപ്പെടുന്നതിന് മുമ്പേ ജയാളികൾക്ക്, അതിനു മുമ്പേ എടുക്കപ്പെടുന്ന ജയാളികൾക്ക് കർത്താവ് ഉദയനക്ഷത്രമായിട്ടാണ് വെളിപ്പെടുന്നത് എന്നുള്ള കാര്യം നമ്മളിവിടെ കാണുന്നത്. ആത്മാസഭകളോട് പറഞ്ഞു നിന്ന് ചെവിയോളം കേൾക്കട്ടെ. ഇനിയിപ്പോ നമ്മൾ 3-ാം അധ്യായത്തിലും 4 തവണ, 3-ാം അധ്യായത്തിലും 3 സഭകളാണ് വായിക്കുന്നത്. അവിടെ 4 പ്രാവശ്യം ജയിക്കുക എന്നുള്ള വാക്കും കൂടെ ഉണ്ട്. അതുകൊണ്ട് ദിവസം അടുത്ത ആഴ്ച കണ്ടിട്ട് നമുക്ക് 8-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. ഞാൻ 8-ാമത്തെ വാക്യത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെങ്കിലും ഈ ജയിക്കുക എന്നുള്ള ആ ഒരു പ്രയോഗങ്ങള് ഇനിയും അതൊന്നുകൂടെ നമ്മളൊന്ന് ടച്ച് ചെയ്ത് പോകുന്നത് ഒരിക്കലും ഒരു വേസ്റ്റ് ഓഫ് ടൈം അല്ല. അത് നമ്മുടെ ജീവിതത്തിൽ അത് എല്ലാത്തിനെയും ജയിക്കുന്നവനായിട്ടായി തീരാൻ ദൈവം നമ്മളെ കുറിച്ച് വിളിച്ചിരിക്കുന്നത്. നമുക്കൊരു വാക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വതവേ തോൽക്കുന്നവനാണ് എൻ്റെ ജഡത്തിൽ യാതൊരു നന്മയില്ല. കർത്താവേ, ആ ജഡത്തിലാണെങ്കിൽ ആ ജഡം മേൽക്കോയ്മ നടത്തിയ ഞാൻ എല്ലാത്തിലും പരാജയപ്പെട്ടു പോകുന്നതിന്, എന്നാൽ കർത്താവേ, ഈ ജഡത്തെ കവിയുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി എനിക്ക് അവിടുന്ന് തന്നുകൊണ്ടേയിരുന്ന എനിക്കും ജയിക്കാൻ സാധിക്കും. കർത്താവേ, അങ്ങനെ കർത്താവേ, അവിടുത്തെ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കുന്നവനായിട്ട്, അവിടുത്തെ ദിവ്യ സ്വഭാവത്തിൽ പങ്കാളിത്തമുള്ളവനായിട്ട്, അങ്ങേപോലെ യേശുവിനെ പോലെ ജീവിക്കുന്നവനായിട്ട് എന്നെ മാറ്റണം. അതുപോലെ തന്നെ ആ കർത്താവുമായിട്ടുള്ള ഒരു ബ്രൈഡ് റിലേഷൻഷിപ്പ്, കർത്താവുമായിട്ടുള്ള ആ ഒരു മണവാളൻ മണവാട്ടി എന്ന വണ്ണമുള്ള ഒരു ബന്ധത്തിലേക്ക് എന്നെ നയിക്കണം. അതുപോലെ എനിക്ക് കർത്താവേ, ആഗ്രഹിക്കുന്ന ആ ഒരു ആത്മീയ അധികാരം, ദൈവം എനിക്ക് ഏതൊരു അളവിൽ ആത്മീയ അധികാരം തരണമെന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് കർത്താവിന്റെ ശരീരമാകുന്ന സഭയില് ഏതൊരു അംഗമായിട്ട് ഏതൊരു അളവിൽ ആത്മീയ അധികാരം കൈയാളണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ആ ഒരു അധികാരം അവിടത്തേക്ക് എനിക്ക് തരുവാൻ തക്കവണ്ണം കർത്താവേ, ഞാൻ ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ കർത്താവേ, മുഖപക്ഷമില്ലാതെ ഞാൻ ഫേമായിട്ട് സ്റ്റാൻഡ് എടുക്കേണ്ടിടത്ത് കാർക്കശ്യത്തോടെ നിലപാടെടുക്കേണ്ടിടത്ത് പാപത്തിനെതിരെ, പാരമ്പര്യത്തിനെതിരെയൊക്കെ ഫേമായിട്ട് നിലപാടെടുക്കുവാൻ, ഒരു കോംപ്രമൈസറായിട്ട് ഒത്തുതീർപ്പ് മനോഭാവത്തോടെ എല്ലാവരും അങ്ങനെ ആ കൂട്ടത്തിൽ പാടുന്നത് പോലെ ഒരു ഒഴുക്കിന് ഒത്തവങ്ങ് പോകാനല്ല, മറിച്ച് കർത്താവിന് വേണ്ടി ഒരു നിലപാടെടുക്കുവാൻ കർത്താവിനെ സഹായിക്കണം. അങ്ങനെ ആത്മീയ അധികാരമുള്ളവനായിട്ട് ദൈവസഭയിൽ അനേകർക്ക് കർത്താവിന്റെ സമൃദ്ധമായ ജീവനിലേക്ക് അനേകരെ നയിക്കുന്ന ഒരു ആത്മീയ അധികാരമുള്ളവനായിട്ട് അനേകരുടെ മൺപാത്രങ്ങളെ പരിശുദ്ധാത്മാവിന്റെ ജ്വാലയുള്ള വാളിനാൽ ഉടയ്ക്കുവാൻ തക്കവണ്ണമുള്ള കർത്താവിന്റെ കരങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ആയുധമായിട്ട് എന്നെ, മൂർച്ചയുള്ള ഒരു ആയുധമായിട്ട് എന്നെ മാറ്റണമെന്നുള്ളൊരു പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കും. കർത്താവെ, സ്നേഹം നിറഞ്ഞ പിതാവേ, ഞങ്ങളെ സഹായിക്കണം. ആത്മാവിനെ നിറയ്ക്കണം. കർത്താവെ, അവിടുന്ന്
ജയിക്കുന്നവൻ ഇതെല്ലാം അവകാശമായിട്ട് കൊടുക്കുമെന്ന് അവിടുന്ന് പറഞ്ഞവരും എല്ലാം ജയിക്കുന്നവനാണല്ലോ കർത്താവെ. ഞങ്ങൾ പിന്നെ കർത്താവെ തോറ്റുകൊണ്ടിരിക്കാനല്ലല്ലോ കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തോൽവി ഉണ്ടായാലും അവിടെ നിരാശപ്പെട്ടു പോകാതെ വീണ്ടും സ്ഥിരതയോടെ ഫലം കായ്ക്കാൻ തക്കവണ്ണം ആ നല്ല വചനത്തെ ഹൃദയത്തിൽ മുറുകെ പിടിക്കുവാന് കർത്താവെ ഞങ്ങളെ സത്യസന്ധതയോടെ സഹായിക്കണം. ഞങ്ങള് എല്ലാം ജയിക്കുന്നവനെന്നവർ അഭിനയിക്കാനല്ല, മറിച്ച് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യം ഫേസ് ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങളെ അവിടുത്തെ മുമ്പാകെ ഏറ്റു പറഞ്ഞ് കർത്താവെ സത്യസന്ധതയോടെ അങ്ങേ മുറുകെ പഠിക്കുവാനും, അങ്ങനെ കർത്താവെ എല്ലാത്തിലും ജയിക്കുന്നവളായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും തീർക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ചെറുപ്പക്കാരെയും എസ്പെഷ്യലി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരും ഈ ലോകത്തെ ജയിക്കുന്നവരായിട്ട് കർത്താവെ, ആത്മീയധികാരമുള്ളവരായിട്ട്, അവരുടെ യൗവനം തുച്ഛീകരിക്കാതെ, മറ്റാരും അവരുടെ യൗവനം തുച്ഛീകരിച്ച് പോകാൻ തക്കവണ്ണം, തുച്ഛീകരിക്കാതെ വണ്ണം കർത്താവെ അവരും ആത്മീയ അധികാരമുള്ള കുഞ്ഞുങ്ങളായിട്ട് കർത്താവെ അവര് കർത്താവിനായിട്ട് എഴുന്നേൽക്കുവാൻ അവരെ അങ്ങ് ബലപ്പെടുത്തണം, അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ. ഞങ്ങൾ പ്രിയ സഹോദരങ്ങളെല്ലാം സഹായിച്ചായിട്ട് നന്ദി കർത്താവെ. പ്രാർത്ഥന കേട്ടതിനെ സ്തുതിക്കുന്നു. എല്ലാ ഈശോ കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ.